എല്ലാവർക്കും സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൻ്റെ 3-ാം ദിവസത്തിലെ ഈ ഫയർസൈഡ് ചാറ്റിലേക്ക് സ്വാഗതം. നമ്മുടെ ഒപ്പം ഉള്ളത് കേരളത്തിൻ്റെ ആദരണീയനായ പ്രതിപക്ഷ നേതാവ്. നമുക്കൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്ത് സംസാരിക്കും, എന്ത് ടോപ്പിക്കാണ് സതീഷ് ചേട്ടന് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് സെഷൻസിലും ഫെസ്റ്റിവൽസിലൊക്കെ സതീഷ് ചേട്ടൻ സംസാരിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ചും വായനയെക്കുറിച്ചുമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് നമുക്ക് ഏറ്റവും ഫ്യൂച്ചർ സമ്മിറ്റ് അനുയോജ്യമായ ടോപ്പിക്ക്. അപ്പോൾ നമ്മുടെ തന്നെ കോൺവെർസേഷനിൽ നിന്ന് സതീഷ് ചേട്ടൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, മെൻഷൻ ചെയ്യാറുള്ളൊരു കാര്യമാണ് സോഷ്യൽ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ സോഷ്യൽ എഞ്ചിനീയറിങ് വർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ കൂടുതലും സ്റ്റുഡൻസൊക്കെ ഇവിടെയുണ്ട്, അവർക്ക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങും ഒക്കെ പരിചയമുണ്ട്. എന്താണ് സതീഷ് ചേട്ടൻ്റെ സോഷ്യൽ എഞ്ചിനീയറിങ്? സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന വാക്ക് സാധാരണ പൊളിറ്റീഷ്യൻസ് ഉപയോഗിക്കുന്നത് ഇലക്ഷനൊക്കെ ജയിക്കാൻ വേണ്ടി എല്ലാ കമ്മ്യൂണിറ്റിയും മാനേജ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്സാണ്. ഒന്ന്. രണ്ട്, സോഷ്യൽ എഞ്ചിനീയറിങ്ങിനൊരു നെഗറ്റീവ് ആസ്പെക്റ്റ് ഉണ്ട്. സോഷ്യൽ എഞ്ചിനീയറിംഗ് സാധാരണ തെറ്റായ രീതിയിൽ ഫ്രോഡുലൻ്റായി ഒരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ആളുകളെ മിസ്ലീഡ് ചെയ്ത് നമ്മൾ ആ കാര്യം നേടിയെടുക്കുന്നതിനെയും സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയും. നമ്മളിവിടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ചർച്ച ചെയ്യുന്നത് പോസിറ്റീവ് ആസ്പെക്റ്റിലാണ്. നമ്മൾ ഒരു ചേഞ്ചിന് വേണ്ടി, ഒരു റാഡിക്കൽ ചേഞ്ചിന് വേണ്ടി ഒരു സൊസൈറ്റിയെ സജ്ജമാക്കുക എന്നുള്ളതാണ്. അവരെ എംപവർ ചെയ്യുക. ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ നിന്നും മാറി വലിയൊരു മാറ്റത്തിലേക്ക്, സമഗ്രമായ മാറ്റത്തിലേക്ക്, അടിസ്ഥാനപരമായ ഒരു മാറ്റത്തിലേക്ക്, പ്രതീക്ഷാ നിർഭരമായ ഒരു മാറ്റത്തിലേക്ക്, അതിലേക്ക് നമ്മൾ ആളുകളെ അതിനനുയോജ്യരാക്കുക. അതിന് ഒരു ലീഡർഷിപ്പിന് വലിയ പങ്കാളിത്തമുണ്ട്. ലീഡർഷിപ്പ് ഇൻ ദ സെൻസ് എല്ലാ മേഖലയിലെയും ലീഡർഷിപ്പ്, എല്ലാ സെക്ടറിലെയും ലീഡർഷിപ്പ്. എല്ലാവർക്കും ആരാണ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് മാത്രമല്ലല്ലോ ലീഡേഴ്സ് എന്ന് പറയുന്നത്. എല്ലാ സെക്ടറിലും ലീഡേഴ്സ് ഉണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരു മേജർ റോളുണ്ട്. ആളുകളെ അതിനുവേണ്ടി സജ്ജരാക്കുക. അപ്പോൾ അവരെ ഇൻസ്പയർ ചെയ്യുക. എന്താണ് നമുക്ക് മാറാൻ, നമുക്ക് എങ്ങനെ കഴിയും, ഓരോ സെക്ടറിലും ഉണ്ടാക്കേണ്ട ചേഞ്ച് എങ്ങനെയാണ്. ഈ ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ടോം പറഞ്ഞതുപോലെ നമുക്ക് ഒരു നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന ഒരു കാലമാണ്. പണ്ട് നമുക്ക് അറിവുണ്ടായിരുന്നു, അറിവിങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ അറിവുണ്ടാകുന്നതിൻ്റെ വേഗത വളരെ കൂടി. ലോകത്ത് എല്ലായിടത്തും വലിയ റിസർച്ച് എല്ലാം നടന്ന് വളരെ പെട്ടെന്ന് പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഇപ്പോൾ നമ്മളൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടി പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ പഠിച്ച കാര്യം ഔട്ട്ഡേറ്റഡ് ആവുകയാണ്. ഹി ഹാസ് ടു അപ്ഡേറ്റ്. നോളജ് അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചാലഞ്ച്. ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം എങ്ങനെയാകണം, നമ്മുടെ തൊഴിൽ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും, സൊസൈറ്റിയിലെ തിങ്കിങ്ങിന് നമുക്ക് എങ്ങനെ മാറ്റം വരുത്താൻ പറ്റും. വളരെ വേഗത്തിൽ ലോകം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ്. ഉറപ്പായിട്ടും അതെ. നമ്മളെല്ലാ ആസ്പെക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സജിച്ചേട്ടൻ പറഞ്ഞ എല്ലാ ആസ്പെക്റ്റിനെ കുറിച്ച് നമ്മൾ ടച്ച് ബേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു കോൺസെപ്റ്റ്, ഒരു പൊളിറ്റിക്കൽ ലീഡർ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ പ്രതിപക്ഷത്തെ നയിക്കുന്ന ഒരു നേതാവ് എന്ന നിലയിൽ സതീഷ് ചേട്ടൻ അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ലെവലിലെ ഒരു ആശയം വരുന്നു. പക്ഷേ ഈ ഒരു ആശയം, കാര്യം പറയുന്നത് ഒരു ചേഞ്ചാണ്, ഒരു പോസിറ്റീവ് ചേഞ്ചിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇത് അണികൾക്കിടയിലേക്ക്, പ്രത്യേകിച്ചും പാർട്ടി പ്രവർത്തകർക്കിടയിലേക്ക് അതിൻ്റേതായ അർത്ഥത്തിൽ, അതായത് അവർക്ക് മനസ്സിലാവുന്ന തരത്തിൽ പറഞ്ഞു കൊടുക്കാൻ, അതേ ഒരു പ്രൊജക്റ്റ് നമ്മൾ എഞ്ചിനീയറിംഗ് പ്രൊജക്റ്റൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് പോലെ അത് പീസസ് ആയിട്ട് പല വർക്ക് പലരെ ഏൽപ്പിച്ച് പല ഗ്രൂപ്പുകളും പല കാര്യങ്ങളും ചെയ്യുന്ന ടോപ്പ് ലെവലിൽ മാത്രമേ അതിൻ്റെ എൻഡ് ഔട്ട്പുട്ട് എത്ര അല്ലെങ്കിൽ അതിന് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ലീഡർഷിപ്പ് ടീമിന് മാത്രമേ അറിയുള്ളൂ. അത് ഈ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് വർക്ക് ചെയ്യുമ്പോൾ അത് പാർട്ടിയുടെ, കോൺഗ്രസ് പോലുള്ളൊരു പാർട്ടിയിൽ, ഒരു ജനാധിപത്യ സംവിധാനമുള്ളൊരു പാർട്ടിയിൽ എല്ലാവർക്കും അവരുടെ വോയിസും ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും ഉണ്ട്. ഈ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ലീഡർഷിപ്പിൽ നിന്നും ബോട്ടം ലെവലിലേക്ക് അത് അതിൻ്റേതായ അർത്ഥതലത്തിൽ കൺവേ ചെയ്യപ്പെടാൻ പറ്റിയിട്ടുണ്ടോ, അത് പറ്റുന്നുണ്ടോ? അത് പറ്റും എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് നെഹ്റുവിൻ്റെ ലെഗസിയുള്ളൊരു പാർട്ടിയാണ്. ഏറ്റവും പ്രോഗ്രസീവായിട്ടുള്ള കാര്യങ്ങൾ, പണ്ട് നെഹ്റുവിനെ പോലുള്ള ആളുകൾ പുതിയ പുരോഗമനപരമായ കാര്യങ്ങൾ, ഒരു നാടിന് മാറ്റമുണ്ടാക്കുന്ന കാര്യങ്ങൾ, വലിയ ചേഞ്ച് ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി കൺവിൻസ് ചെയ്ത് കൂടെയുള്ളവരെ ഒരു ടീം നമുക്ക് എപ്പോഴും ബിൽഡ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ഡൂയിങ് എ ബിസിനസ്. അതുപോലെ തന്നെ ബിസിനസ് ചെയ്യണമെങ്കിൽ നമുക്ക് ടീം ബിൽഡ് ചെയ്യണം. പിന്നെ നമുക്കൊരു പ്രോജക്റ്റ് ഉണ്ടാകണം. അതിനെ നമ്മളൊരു മിഷൻ മോഡലാക്കണം. നമ്മൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, കേരളം എപ്പോഴും നെഗറ്റീവാണെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കേരളത്തിൽ ഒരു പ്രോജക്റ്റ് നമ്മൾ കൊണ്ടുവന്നാൽ, ഒരു പുതിയൊരു പ്രോഗ്രാം, ഒരു മാറ്റം, വലിയ ഡീവിയേഷൻ, സിസ്റ്റത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു കൊണ്ടുവന്നാൽ, കൊണ്ടുവരുന്നവർ വളരെ ട്രാൻസ്പെറൻ്റായി അത് ജനങ്ങളോട് പറയണം.
1, 2, 3, 4, 5, 6 എന്ന് പറയും കാര്യങ്ങൾ വിശദീകരിക്കണം. എന്നിട്ട് അവരോട് ചോദിക്കണം നിങ്ങൾക്ക് സംശയങ്ങളുണ്ടോ എന്ന് ചോദിക്കണം. അവരുടെ സംശയങ്ങൾ മുഴുവൻ നമ്മൾ തീർത്തു കൊടുക്കണം. ഒരു തരത്തിലുള്ള സംശയങ്ങളും ആളുകൾക്ക് ഉണ്ടാകും. ട്രാൻസ്പെറൻ്റായി കൃത്യമായി ഇപ്പം നിങ്ങൾ ബിസിനസ്സിൽ എങ്ങനെയാണ്, നിങ്ങൾ ബിസിനസ്സിൽ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ എത്രമാത്രം വലിയ പ്ലാനിങ് അതിൻ്റെ പുറകിൽ നടക്കും. നിങ്ങൾ മാർക്കറ്റ് സ്റ്റഡി ഈ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ പോവാണ്, ആ പ്രോഡക്റ്റ് എന്തായിരിക്കും അതിൻ്റെ ഇമ്പാക്റ്റ്, നിങ്ങൾ മാർക്കറ്റ് സ്റ്റഡി നടത്തും. ഈ പ്രോജക്റ്റ് കൊണ്ടുവരുന്നതിന് മുമ്പുള്ള ഡീറ്റെയിൽ പ്ലാനിങ് ഉണ്ടാവും. ഇതെങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യും, അതിൻ്റെ ടൈം ഫ്രെയിം എത്രയാണ്, അതിന് പ്രൊപ്പോഷണലായിട്ട് നമ്മൾ ഒരു കൊല്ലം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ പ്രൊപ്പോഷണലായിട്ട് ഓരോ മാസം ചെയ്യേണ്ടത് എന്തായിരിക്കും എന്നുള്ളൊരു ഡീറ്റെയിൽ പ്ലാനിങ് ഉണ്ടല്ലോ. ആ പ്ലാനിങ് ഇവിടെയും വേണം. ഇവിടെ ഒരു തടസ്സമുണ്ട് ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ. അതായത് ഞാൻ എപ്പോഴും പറയും, പ്രൈവറ്റ് സെക്ടറിൽ ഇപ്പോൾ ടോം ഒരു ബിസിനസ് ഹെഡ് ചെയ്യുന്ന ഒരാളാണ്. ടോമിൻ്റെ ഒരു മാനേജറോട് പറയുകയാണ്, നിങ്ങൾ യു ഹാവ് ടു കംപ്ലീറ്റ് ദിസ് അസൈൻമെൻറ്റ് വിത്തിൻ 6 months. നിങ്ങളൊരു അസൈൻമെൻറ്റ് കൊടുക്കുകയാണ്. അയാൾ 6 മാസത്തിനുള്ളിൽ അത് പൂർത്തിയാക്കിയില്ലെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് ടോമിനെ അറിയാവുന്നതറിയാം, 181ാമത്തെ ദിവസം അയാൾ ആ കമ്പനിയിൽ ഉണ്ടാവില്ല. ഒരു കമ്പനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഗവൺമെൻറ്റിൽ ഞാൻ എപ്പോഴും പറയും, ഒരു തഹസിൽദാരോട് ഒരു കെട്ടിടം പണിയുന്നതിന് വേണ്ടി 2 ഏക്കർ സ്ഥലം എടുത്ത് തരാൻ പറയാം. ഒരു അസൈൻമെൻറ്റ് റവന്യൂ മിനിസ്റ്റർ ഒരു അസൈൻമെൻറ്റ് കൊടുക്കുകയാണ്. 6 മാസമല്ല 6 കൊല്ലം കഴിഞ്ഞാൽ എടുത്തു കൊടുക്കില്ല. അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ല, കാരണം അക്കൗണ്ടബിലിറ്റി ഇല്ല, അദ്ദേഹം ആരോടും അക്കൗണ്ടബിൾ അല്ല, ഒരു പ്രശ്നമില്ല. ഇത് നമ്മുടെ ഈ ഒരു 50 കോടി രൂപയുടെ പ്രോജക്റ്റ് 3 കൊല്ലം കൊണ്ട് തീരേണ്ട പ്രോജക്റ്റ് 10 കൊല്ലം കഴിഞ്ഞാലും തീരില്ല. 500 കോടിയാവും ചിലപ്പോൾ ഈ 50 കോടി രൂപയുടെ പ്രോജക്റ്റ് ഫൈനൽ തീരുമ്പോൾ. അത് എവിടെ നിന്നാണ് പണം പോണത്? എക്സ്ചക്കറിൽ നിന്നാണ് ആ പണം പോണത്. ആരുടെ പണമാണ് ആ പോകുന്നത്? നമ്മൾ നികുതി അടയ്ക്കുന്ന പണമാണ് ആ പോകുന്നത്. ആ പബ്ലിക് എക്സ്ചക്കറിൽ നിന്നുള്ള ലീക്കേജ് നമ്മൾ തടയണം. ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഗവൺമെൻറ്റിലും ഈ അക്കൗണ്ടബിലിറ്റി ലീഗലൈസ് ചെയ്യണം. 180 ദിവസം കഴിയുമ്പോൾ 181ാമത്തെ ദിവസം നോക്കി ഇയാൾ സ്ഥലം എടുത്തു തന്നിട്ടില്ലെങ്കിൽ ഈ ഷുഡ് ബി അക്കൗണ്ടബിൾ. അത് നമുക്ക് എന്തുകൊണ്ട് പ്രൈവറ്റ് സെക്ടറിൽ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുന്നത് പോലെ ഗവൺമെൻറ് സെക്ടറിൽ ചെയ്യാൻ പാടില്ല? ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥർ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് സിവിൽ സർവീസ് കഴിഞ്ഞാൽ ഏറ്റവും ടഫായിട്ടുള്ളൊരു എക്സാമിനേഷൻ പാസ്സായി വന്ന ഭയങ്കര മിടുക്കന്മാരാണ്, ഭയങ്കര പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആളുകളാണ് വന്ന്. പക്ഷെ അവരവിടെ ചെന്നിട്ട് അവിടുത്തെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാവുകയാണ്. അവിടുത്തെ കൾച്ചർ മാറ്റണം. നമ്മൾ കാര്യങ്ങൾ ഈ ഒരു രീതിയിൽ തീരുമാനിക്കപ്പെടുകയും നടപ്പാക്കുകയും ചെയ്യും. 1 കൊല്ലം കൊണ്ടൊരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ 1 കൊല്ലം കൊണ്ട് തീർന്നിരിക്കണം. 1 രൂപ എസ്കലേഷൻ വരരുത്. നേരത്തെ തീരുമാനിച്ചത് ഇല്ലെങ്കിൽ അതിൻ്റേതായ റീസൺസ് ഉണ്ടാകണം. ചിലപ്പോൾ വല്ല കലാമിറ്റി വന്നാലോ നാച്ചുറൽ വല്ല ഡിസാസ്റ്റേഴ്സ് വല്ലതും വന്നാലോ നമുക്ക് എക്സംഷൻ കൊടുക്കാം, അതിനുള്ള പ്രൊവിഷൻ വെച്ചാൽ മതി. ബട്ട് ഹീ ഷുഡ് ബി അക്കൗണ്ടബിൾ. അതാണ് നമുക്കുണ്ടാകേണ്ട ഒരു ചേഞ്ച്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വലിയ മേജർ ചേഞ്ച് ഗവൺമെൻറ് സെക്ടറിൽ വരേണ്ട. ഇതൊരു വലിയൊരു റെസിസ്റ്റൻസ്. ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചേഞ്ച് കൊണ്ടുവരുമ്പോഴും റെസിസ്റ്റൻസ് സർവ്വസാധാരണമാണ്. ഗവൺമെൻറ് സെക്ടറിൽ കൊണ്ടുവരുമ്പോൾ അത് വലിയൊരു റെസിസ്റ്റൻസ്, അതിനൊക്കെ ഓവർകം ചെയ്യുക എന്ന് പറയുന്ന ഒരു അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ ക്രിയേറ്റഡ് ആവും അല്ലേ? അത് ഒരിക്കലും വരില്ല. അത് നല്ല ഉദ്ദേശത്തിൽ നമ്മളത് പ്ലേസ്. ഇപ്പം ഇപ്പം പറഞ്ഞല്ലോ, ഞാൻ കുട്ടികളുടെ മുഖത്തേക്ക് ശ്രദ്ധിക്കുകയായിരുന്നു. അവർ തലയാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് വേണമെന്ന്, അല്ലേ? വേണമെന്ന് ഞാൻ കണ്ടു, മോളെ കണ്ട് തലയാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കേട്ടിട്ട് അത് അങ്ങനെ വേണം എന്നുള്ളൊരു ഇതാണ്. ആ ഒരു പബ്ലിക് സപ്പോർട്ട് ഈ കാര്യത്തിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട്, ഞാനിത് നമ്മളൊരു പുതിയ ആശയം പറയുമ്പോൾ അതിൻ്റെ റെസ്പോൺസ് നിങ്ങളുടെ മുഖത്താണ്, നിങ്ങളുടെ കുട്ടികളുടെ മുഖത്താണ്. നിങ്ങൾ അത് ചെയ്യണം, അത് ചെയ്യേണ്ടതാണ്, വേണം എന്ന് പറയുന്ന ഒരു റെസ്പോൺസ് ഉണ്ട്. അപ്പം ഇവർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. സിസ്റ്റമൈസ് ചെയ്ത എന്തിനാ ഏത് സംഘടനയാണ് എതിർക്കേണ്ടത്? 6 മാസം കൊണ്ട് തീർക്കേണ്ട പണി 6 മാസം കൊണ്ട് തീർന്നില്ലെങ്കിൽ ഞാനത് ലയബിളാവും എന്നൊരു ഒരു നിയമം കൊണ്ടുവന്നാൽ അതിനെന്തിനാ എതിർക്കണത്? അതിനെ എതിർത്ത ജനം അതിൻ്റെ കൂടെ നിൽക്കില്ല. അപ്പം നമ്മളത് കൊണ്ടുവരുന്നവർ ആളുകളെ കൺവിൻസ് ചെയ്താൽ മതി. എന്തിനാണ് കൊണ്ടുവരുന്നത്? സതുദ്ദേശത്തിനാണ് കൊണ്ടുവരുന്നത്, നമ്മുടെ ഏതെങ്കിലും പർട്ടിക്കുലർ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടല്ല കൊണ്ടുവരുന്നതെന്ന് ബോധ്യപ്പെടുത്തിയാൽ മതി. ഉറപ്പായിട്ടും. അപ്പം നമ്മുടെ അടുത്ത ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ ഫ്യൂച്ചറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ആദ്യം എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു ഫ്യൂച്ചർ റെഡി ഗവേണൻസ്, നമ്മുടെ ഒരു കേരളം ആസ് എ സ്റ്റേറ്റ് നമ്മളൊരു വെൽഫെയർ സെൻട്രിക് ഗവേണൻസ് ആണ്. കാരണം നമ്മൾ ഒത്തിരി ഫ്രീ പീസുകൾ കൊടുക്കുന്നു, ക്ഷേമ പെൻഷൻ, അതിന് പല ആനുകൂല്യങ്ങളും കൊടുക്കുന്നു. അവിടെ നിന്നൊരു ട്രാൻസിഷൻ ഈ വെൽഫെയർ സെൻട്രിക് സ്റ്റേറ്റ് ഗവേണൻസിൽ നിന്നും നമുക്കൊരു ഫ്യൂച്ചർ റെഡി മോഡൽ, അത് എന്ന് വെച്ചാൽ അത് ബാലൻസ് ചെയ്യണം നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റീനെ, അതോടൊപ്പം തന്നെ
നമ്മുടെ ഇന്നൊവേഷനെയും കോമ്പറ്റീറ്റീവ്നെസ്സിനെയും അതുപോലെ ഓൺടർപ്രണർഷിപ്പിനെയും ഒക്കെ ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രാൻസിഷൻ അതെങ്ങനെ പ്രാപ്യമാകും? പ്രത്യേകിച്ചും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഗുഡ് ഗവേണൻസിൻ്റെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്, നമ്മൾ പ്രൈം ഡ്യൂട്ടി ഓഫ് എ സ്റ്റേറ്റ് ഈസ് ടു കളക്ട് ടാക്സ്, ഫിൽഡ് എക്സ്ചക്കർ. അതിനെന്ത് ചെയ്യണം? നമ്മൾ പണം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് വെൽഫെയർ ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റില്ല, ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റില്ല. പറഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ 5000 കോടി രൂപയുടെ പ്രോജക്റ്റ്, 10000 കോടി രൂപയുടെ പ്രോജക്റ്റ്, 1,00,000 കോടി രൂപയുടെ പ്രോജക്റ്റ്, ഭയങ്കര പ്ലാൻ സൈസ് കൂടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. പൈസ വേണം, പണം വേണം. പണം വേണമെങ്കിൽ ഇക്കോണമി ഷൂട്ട് അപ്പ് ചെയ്യണം. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നമ്മൾ വലിയ രീതിയിൽ മെച്ചപ്പെടുത്തണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കേരളത്തിൻ്റെ ആംഗിളിൽ കേരളത്തിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, കേരളത്തിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണ്, നമ്മുടെ ക്ലൈമറ്റ് എന്താണ്, നമ്മുടെ പ്രതിസന്ധി എന്താണ്, നമ്മുടെ ചാലഞ്ച് എന്താണ് എന്ന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യണം. ഞാനൊരു ഉദാഹരണം, എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ഉണ്ട്. അതായത് കേരളത്തിന് 550 മുതൽ 600 കിലോമീറ്റർ വരെ ഏകദേശം തീരപ്രദേശമുണ്ട്, കോസ്റ്റൽ ഏരിയ. അത് ഒരു അസറ്റായിട്ടാണ് ഞാൻ കാണുന്നത്. പല രാജ്യങ്ങൾ കാണുമ്പോൾ ആ പല രാജ്യങ്ങൾ അതിനെങ്ങനെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമ്മൾ കാണണം. നമുക്ക് 2 ഇൻ്റർനാഷണൽ സീ പോർട്ട് ഉണ്ട്, നമുക്കൊരു കണ്ടെയ്നർ ടെർമിനൽ ഉണ്ട്, നമുക്ക് 17 മിനി പോർട്ട് ഉണ്ട്. ഞാനിത് കുറേ വർഷങ്ങളായിട്ട് മാരിടൈം എക്സ്പേർട്സായിട്ട്, ഷിപ്പിംഗ് എക്സ്പേർട്സായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിൽ നമുക്കൊരു കോസ്റ്റൽ ഷിപ്പിംഗ് തുടങ്ങണം. കോസ്റ്റൽ ലൈൻ ഷിപ്പിംഗ്. നമ്മുടെ ഈ മെറ്റീരിയൽസ് കംപ്ലീറ്റ് അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, റോഡിലൂടെ പോകുന്ന. നമുക്കൊരു ആദ്യം 50%, പിന്നെ ഒരു അടുത്ത 25% നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. ആദ്യം ഹസാഡസ് മെറ്റീരിയൽസ് മതി, ഓയിൽ, ഗ്യാസ്, കെമിക്കൽസ് ഇതൊക്കെ മാറ്റും. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് 1/4 എക്സ്പെൻസ് ആവുള്ളൂ അതിലൂടെ കൊണ്ടുവന്ന, റോഡിലൂടെ കൊണ്ടുവന്നതിനേക്കാൾ. നമ്പർ 2, റോഡ് ഫ്രീ ആവും. നമ്മുടെ റോഡ് ഫ്രീ ആവും. ഗ്രീൻ എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടി ഉണ്ടല്ലോ, അതിലേക്ക് കൂടി നമ്മൾ റോഡിനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇതിന് നമുക്ക് സെക്കൻഡ് ഫേസിൽ അത് ക്രൂസ് ഷിപ്പിംഗ് ആയിട്ട് പാസഞ്ചേഴ്സിനെ കൊണ്ടുവരാം. കാസർഗോഡ് നിന്ന് ഒരു വെസലിൽ കയറി കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് എത്തുന്ന രീതിയിൽ, ഇടയ്ക്ക് എവിടെ കൊച്ചിയിലൊക്കെ ഇറങ്ങി പോകാവുന്ന രീതിയിലുള്ളൊരു സംവിധാനം ഉണ്ടാക്കി. തേർഡ് ഫേസിൽ നമ്മുടെ ബാക്ക് വാട്ടറിലെ ഇൻലാൻഡ് നാവിഗേഷനായിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു 3 ഫേസിൽ. അപ്പോൾ ഈ പോർട്ടെല്ലാം വളരും. ഞാൻ പറഞ്ഞ ഇതിലെല്ലാം ഗവൺമെൻറ് അല്ല ഈ ബിസിനസ് ചെയ്യാൻ പോകുന്നത്, ഗവൺമെൻറ്റിൻ്റെ ജോലിയല്ല ഇത്. ഗവൺമെൻറ് ഫെസിലിറ്റേറ്റർ മാത്രമാകുക, എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുക ഓൺ 1 കണ്ടീഷൻ. ഗവൺമെൻറ് മുടങ്ങുന്ന പൈസ വിത്തിൻ 3 to 5 years തിരിച്ചു കിട്ടും. പിന്നെ ലാഭം ഷെയർ കിട്ടിക്കൊണ്ടിരിക്കണം എല്ലാ വർഷവും. അതാണ്. അതുപോലെ ഒരു രണ്ടാമത്തെ പ്രോജക്റ്റ് ഉണ്ട്. നമുക്ക് 4 ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. നമ്മുടെ അഡ്വാൻറ്റേജസ് ആണ് ഞാൻ പറഞ്ഞത്. അതിൽ 2 ഗവൺമെൻറ് കൺട്രോൾഡ് എയർപോർട്ട്സാണ്, കൊച്ചിയും ഇതും. ഞാൻ ഈ ഏവിയേഷൻ എക്സ്പേർട്സുമായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ ഷോക്കാവുന്ന എവിടെയെന്നറിയാം. നമ്മളിത് അന്വേഷിച്ച് പോകുമ്പോൾ ഈ എല്ലാ രംഗത്തും ലോകത്ത് നമ്മുടെ മലയാളികൾ, ഈ എക്സ്പേർട്സ് ആയിട്ടുള്ള മലയാളികളുടെ ഓരോ ഫീൽഡിലും അവർ ഓരോ രാജ്യത്തും ഓരോ കാര്യം ചെയ്തിട്ട് അവിടുത്തെ റൂളേഴ്സിൻ്റെ വരെ അപ്രീസിയേഷൻ മേടിച്ച് നിൽക്കുന്ന ആളുകളാണ് ഉള്ളത്. അവരെയൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്തണം. കുറേ പേരെയും കൂടെ തിരിച്ചിവിടെ കൊണ്ടുവന്ന് വളരെ മാന്യമായി ഇവിടെ നമുക്ക് അവരെ കൈകാര്യം ചെയ്യണം. അപ്പം നമുക്ക് ഏവിയേഷൻ പ്രോജക്റ്റ് 27 ഏവിയേഷൻ പ്രോജക്റ്റ് ഉണ്ട്. ലോകത്തെ എയർലൈൻ കമ്പനികളെല്ലാം നേരിടുന്ന ഒരു പ്രശ്നം സ്കേഴ്സിറ്റി ഓഫ് പൈലറ്റ്സ് ആണ്, അല്ലേ? പൈലറ്റ്സ് ഇല്ല. പൈലറ്റ് ട്രെയിനിങ് കോളേജ് തുടങ്ങാം, ഏവിയേഷൻ ക്രൂ തുടങ്ങാം. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇരിക്കുന്നു കർണാടകത്തിലെ കർണാടക എയർപോർട്ട്, ബാംഗ്ലൂർ എയർപോർട്ട്, എന്താ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന എയർപോർട്ടാണെന്നറിയാം. ഞാൻ ആ എയർപോർട്ട് MD ഹരി മാരാരോട് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു. കർണാടക DGPയിലേക്ക് 4 to 5% GDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എയർപോർട്ടാണത്. ബാംഗ്ലൂർ എയർപോർട്ട്, ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. നമ്മുടെ ഈ എയർപോർട്ടുകളെ നമ്മുടെ GDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തരത്തിൽ പ്ലെയിൻ പറത്തൽ മാത്രമല്ല ബാക്കിയുള്ള ഏവിയേഷൻ കണക്റ്റഡ് ഇൻഡസ്ട്രിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. എല്ലാം പ്രൈവറ്റ്, നോ ഗവൺമെൻറ്. ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യും, ഗവൺമെൻറ് അത് ഫെസിലിറ്റേറ്റ് ചെയ്യും, നമുക്ക് ചെയ്യാം ഈസി ആയിട്ട്. ഞാനത് ചോദിക്കാൻ വരുവായിരുന്നു. ഞാൻ ഉദാഹരണം പറഞ്ഞാണ് 2 ഇന്നുണ്ട് അതുപോലത്തെ കുറേ ആശയങ്ങൾ. ഇന്നലെ സതീഷ് ചേട്ടൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഗവൺമെൻറ് ഒരു ഫെസിലിറ്റേറ്റർ ആവണമെന്ന്. അപ്പോൾ ഞാൻ നമ്മുടെ ഒരു ഇൻകം, ഒരു ടാക്സ് കളക്ട് ചെയ്തുകൊണ്ട് മാത്രം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഡെഫിസിറ്റ് മീറ്റ് ചെയ്യാൻ നമുക്ക് ഒരിക്കലും പറ്റുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ പ്രോജക്റ്റുകൾ, പ്രത്യേകിച്ച് എയർപോർട്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്തുകൊണ്ടൊരു ട്രാൻസിഷൻ ഹബ്ബാക്കി മാറ്റിക്കൂടെ? അപ്പോൾ നമുക്ക് ദുബായ് ഒരു ട്രാൻസിഷൻ ഹബ്ബാണ്, അതുപോലെ ബഹ്റൈൻ, മസ്കറ്റ്, ഇത് പറയുന്ന ഗൾഫ്, മിഡിൽ ഈസ്റ്റ് എല്ലാം
ട്രാൻസിഷൻ ഹബ്ബാണ്. എന്തിനു വേണ്ട നമ്മുടെ ഒരു മണിക്കൂർ യാത്ര ചെയ്ത കൊളംബോ ഒരു ട്രാൻസിഷൻ ഹബ്ബാണ്. നമ്മളൊരു ഡൊമസ്റ്റിക് ട്രാൻസിഷൻ ഹബ്ബാവാതെ ഒരു ഇൻ്റർനാഷണൽ ട്രാൻസിഷൻ ഹബ്ബായി മാറിക്കൂടാ എന്നൊരു ചോദ്യം. അതായത് നമുക്ക് മറ്റ് അയൽ രാജ്യങ്ങളിലേക്ക് ഇവിടെ വന്നിട്ട് പോകുന്ന ഒരു ട്രാൻസിഷൻ ഹബ്ബായിട്ട് നമ്മുടെ എയർപോർട്ടുകളെ മാറ്റാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഞാനിപ്പോൾ അടുത്തത് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് യൂത്ത് ഇതാണ്, യങ് പോപ്പുലേഷനാണ് ഇവിടെ ഉള്ളത്. സ്റ്റുഡൻസും യങ് ജനറേഷനും നമ്മുടെ യൂത്ത് സ്കിൽസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഓഫ് വർക്ക്, നമ്മൾ AI കുറിച്ച് സംസാരിക്കുന്നു, ഓട്ടോമേഷനെ കുറിച്ച് സംസാരിക്കുന്നു, ഗ്ലോബൽ മൊബിലിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നു. ഇനിയും നമുക്കൊരു അടുത്തൊരു നമ്മുടെ ഈ പറയുന്ന AIയും ഓട്ടോമേഷനൊക്കെ നമ്മുടെ ജോബ്സിനെ റീഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കാണുന്ന ജോലിയല്ല നാളെയുള്ളത്, ടെക്നോളജിയുടെ ഇൻവെൻഷൻ കാരണം. ഇനി കേരളം ആസ് എ സ്റ്റേറ്റ്, ഇനി കേരളത്തിൻ്റെ നാളെ ഒരു ഫ്യൂച്ചർ ഓഫ് വർക്കിന് വേണ്ടി ഒരു യങ് ജനറേഷനെ പ്രിപ്പയർ ചെയ്യാൻ എന്തൊരു സ്ട്രക്ചറൽ റിഫോംസാണ് നെക്സ്റ്റ് 20 ഇയേഴ്സിലേക്ക് നമ്മൾ കമ്പയർ ടു ലാസ്റ്റ് 20 ഇയേഴ്സ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട സ്ട്രക്ചറൽ റിഫോംസ് എന്തൊക്കെയായിരിക്കും? ഇതൊരു ഭയങ്കര റെലവൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അതായത് നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള പുതിയ വാർത്തകൾ വരിക. ഞാൻ ഈ പിള്ളേരുമായിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പുതിയ ബുക്സൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു സിംഗുലാരിറ്റീസ് നിയറർ എന്ന് പറയുന്ന റേ കേഴ്സ്വെലിൻ്റെ ബുക്ക്, ഹരാരയുടെ നെക്സസ് ഒക്കെ വായിച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വരുന്ന കുറേ ബുക്സ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ നോളജ് എക്സ്പ്ലോഷൻ എന്നുള്ളതിൻ്റെ കണക്ഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. ജോബിൻ്റെ നേച്ചർ മാറിക്കൊണ്ടിരിക്കുകയാണ് സ്പീഡായിട്ട്. തൊഴിലിൻ്റെ സ്വഭാവം, പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോഴാണ് ഒരു മേജർ ചേഞ്ച് ഉണ്ടായത്. അതിനുശേഷം ലോകത്തിപ്പോൾ വളരെ വേഗത്തിൽ തൊഴിലിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുക. ഇന്ന് കാണുന്ന തൊഴിൽ കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ കഴിയുമ്പോൾ ക്ലോസ്ഡ് ആവുകയാണ്. എവിടെയെങ്കിലും ഒരു തൊഴിൽ ഇല്ലാതായാൽ വേറൊരു സ്ഥലത്ത് അത് ഓപ്പൺ ആവുന്നുണ്ട്, ഇല്ലേ? വേറൊരു സ്ഥലത്ത് ഓപ്പൺ ആവുന്നുണ്ട്. അപ്പം നമുക്കൊരു മെക്കാനിസം വേണം. ഫസ്റ്റ്, ഗ്ലോബൽ ജോബ് മാർക്കറ്റ് നമ്മൾ വാച്ച് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം. അവിടെ ഉണ്ടാകുന്ന ചേഞ്ചസ് നമ്മൾ റെക്കോർഡ് ചെയ്യണം, മാറ്റങ്ങൾ മനസ്സിലാക്കണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഴ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം ഞാൻ പഠിക്കുമ്പോൾ 90% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രം ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടുന്ന കോഴ്സുകളിൽ പഠിക്കാൻ കുട്ടികളില്ല. അന്ന് 90% മാർക്ക് ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. ഇപ്പം ആ കോഴ്സിൽ പഠിക്കാൻ കുട്ടികളില്ല. എന്തുകൊണ്ടാണ്? ആ കോഴ്സസ് എല്ലാം ഔട്ട്ഡേറ്റഡ് ആണ്. അപ്പോൾ ഇപ്പോൾ IIT വരെ പതിയെ പുറയിലേക്ക് പോയി. നമ്മുടെ IITകൾ വരെ ഇടക്കാലത്ത് IITകൾക്ക് അത് തിരിച്ച് മനസ്സിലാക്കി അവർ വീണ്ടും ഞാൻ പറഞ്ഞ ഈ പോയിന്റിലേക്ക് വരുവാണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഴ്സസ് വേണം. പിന്നെ സ്കില്ലുള്ള ആളുകൾ വർക്ക് ചെയ്യാണ്, അത് മാറുകയാണ് പെട്ടെന്ന്. അവരെ നമ്മൾക്ക് റീസ്കിൽ ചെയ്യണം. നമ്മൾ പറയില്ലേ, ഓറിയൻറ്റേഷൻ കൊടുക്കണം, റീഓറിയൻറ്റേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞ് ഈ ഗ്ലോബൽ ജോബ് മാർക്കറ്റ് ഒബ്സർവ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ കോഴ്സസിൽ വരും. എൻ്റയർ കരിക്കുലം റീസ്ട്രക്ചർ ചെയ്യണം, എൻ്റയർ കരിക്കുലം. എന്നിട്ടാണ് നമ്മൾ ഇതിനെ നേരിടേണ്ടത്. ആ മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം ആദ്യം. അതനുസരിച്ചിട്ടുള്ള ഈ കോഴ്സുകൾ റെഡിയായി കഴിഞ്ഞാലും അതിൻ്റെ ഇനി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ജോലിയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു ലിങ്ക് ഉണ്ടല്ലോ, അതിന് സാധാരണ എന്തോ ഒരു പേര് പറയും, നിങ്ങൾ പ്രൊഫഷണലായിട്ട് പറയും, ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറയും. ബ്രിഡ്ജ് കോഴ്സ്, കറക്റ്റ്, എനിക്ക് ആ വാക്ക് വന്നില്ല. ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറയും. അത് വേണമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കണം. പിന്നെ ഉള്ളത് ഈ കോർപ്പറേറ്റ് കമ്പനികളുമായിട്ട് എഡ്യൂക്കേഷനെ ലിങ്ക് ചെയ്യണം. മേജർ സെക്ടറുകളിൽ ഉള്ള ഓരോ സെക്ടറിലും വലിയ തോതിൽ വലിയ വിജയം കൈവരിച്ചിട്ടുള്ള കമ്പനീസുമായിട്ട് എഡ്യൂക്കേഷനെ ലിങ്ക് ചെയ്യണം. നമ്മൾ ഇല്ലെങ്കിൽ നമ്മളൊരു 25 ഇയേഴ്സ് പുറയിലായി പോകും. അതുകൊണ്ടാണ് കുട്ടികൾ ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം അന്വേഷിച്ച് പോയപ്പോൾ തൊഴിൽ കിട്ടുന്ന കോഴ്സിനാണ് കുട്ടികൾ പോകുന്നത്. ചെന്ന് പറ്റിക്കപ്പെടുന്നുണ്ട്, കബളിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൂടി ശ്രദ്ധിക്കണം, കുട്ടികൾ ശ്രദ്ധിക്കണം. വെറുതെ ആരെങ്കിലുമൊക്കെ പറയുന്ന ഏജൻറ്റുമാർ പറയണ കേട്ട് അവിടെ ഇവിടെയൊക്കെ പോയി നമ്മുടെ നാട്ടിൽ ഉള്ളതിനേക്കാൾ മോശമായിട്ടുള്ള കോഴ്സുകളിൽ പോയി ചേർന്ന് പഠിക്കുന്നൊക്കെ ഉണ്ട്, ഗതികേടൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ കുട്ടികളെ പോയി അങ്ങനെ അപകടത്തിലാക്കരുത്. ഇവർ നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻ്റാണ്. അതായത് ഞങ്ങളൊക്കെ കൊച്ചിലെ പഠിച്ചത് ജനസംഖ്യ നാടിന് മോശമാണെന്നാണ്. ഇപ്പം അതല്ല. ഇപ്പം ജനസംഖ്യയുടെ 60% യങ്സ്റ്റേഴ്സാണ്. കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഡിവിഡൻ്റാണ്. ഡെമോഗ്രാഫിക് നമ്മുടെ ജനസംഖ്യക്ക് കിട്ടിയ ഡിവിഡൻ്റാണ് നിങ്ങൾ. ആ ഡിവിഡൻറ്റിന് ഇവിടെ മുഴുവൻ ഇവിടുന്ന് പുറത്തേക്ക് പോയാലോ, ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടായാലോ ഇവിടെ വോൾട്ടേജ് ഹോമായി മാറും 5 കൊല്ലം കഴിയുമ്പോൾ. അത് പറ്റില്ല നമുക്ക്. അവരെ നമുക്കിവിടെ വേണം. പക്ഷെ അവർക്കൊരു കോൺഫിഡൻസ് വേണം. എൻ്റെ നാട്ടിൽ നിൽക്കാം,
എൻ്റെ നാട്ടിൽ നിന്നാൽ നല്ല കോഴ്സ് ഇവിടെ ഉണ്ട് പഠിക്കാൻ, എനിക്കിവിടെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ജോലി കിട്ടും, ജോലി സാധ്യതകളുണ്ട് എന്നുള്ളൊരു ഉറപ്പ്, ആ കോൺഫിഡൻസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ നമുക്ക് പറ്റണം. നമുക്കത് പറ്റും. ഉറപ്പായിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ചോദ്യമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ AI യുടെ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ IT റവല്യൂഷൻ ഇന്ത്യ വന്നു. അപ്പോൾ ഈ IT ഒരു മിനിസ്ട്രി നമുക്ക്, എനിക്ക് തോന്നുന്നു കേരളത്തിൽ 1990 ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ആദ്യത്തെ IT മിനിസ്റ്റർ. ഇന്ന് AI കുറിച്ച് സംസാരിക്കുന്നു. പല രാജ്യങ്ങളിലും മിനിസ്റ്റർ ഫോർ AI ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു മിനിസ്റ്റർ ഉണ്ട്. AI ഒരു സർവ്വസാധാരണ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ആക്കണം, അല്ലെങ്കിൽ AI ലിറ്ററസി അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ലിറ്ററസിയിൽ നിന്ന് മാറി എഫിഷ്യൻസിയിലേക്ക് വരെ നമ്മൾ ചിന്തിച്ചു കൊടുക്കുന്ന കാലത്ത് ഇനിയൊരു അടുത്ത ഇലക്ഷനൊക്കെ കഴിഞ്ഞൊരു UDF സർക്കാർ വരുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊരു ചേഞ്ച്, അതായത് ഒരു മിനിസ്റ്റർ ഫോർ AI, അല്ലെങ്കിൽ നമുക്ക് യൂത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് വനത്തിനും വന്യജീവിക്കും വകുപ്പുണ്ട്, ഖാദിക്കും ഖദറിനും വകുപ്പുണ്ട്, മൃഗത്തിനും മൃഗസംരക്ഷണത്തിനും വകുപ്പുണ്ട്, യൂത്തിൻ്റെ ഹാപ്പിനെസ്സിന് ഒരു രാജ്യത്ത് മിനിസ്റ്റർ ഫോർ ഹാപ്പിനെസ് ഉണ്ട്. ഇങ്ങനെ എന്തെങ്കിലും വളരെ പ്രോമിസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള എന്തെങ്കിലും തീരുമാനങ്ങളോ എന്തെങ്കിലും ഒരു ഫോക്കസോ ഒരു ഗവൺമെൻറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാമോ? ഉറപ്പായിട്ട് യങ്സ്റ്റേഴ്സിന് മുഴുവൻ പ്രതീക്ഷ നൽകുന്ന, അവർക്ക് നമ്മുടെ നാട്ടിൽ നിൽക്കാൻ പറ്റുന്ന സംവിധാനങ്ങളും മെക്കാനിസവും നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വകുപ്പുണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും, നോ ഡൗട്ട്. താങ്ക് യു. അത് നല്ലൊരു മറുപടിയായിരുന്നു. നമുക്കടുത്ത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഫ്യൂച്ചറിനെ കുറിച്ചും നമ്മുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും അല്ലെങ്കിൽ പുരോഗതിയെ കുറിച്ചും. അപ്പം എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, നമ്മളൊരു ക്ലൈമറ്റ് റെസിലിയൻസ് കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു ക്ലൈമറ്റ് റിസ്ക്കാണ്. നമ്മൾ 2 പ്രളയം കഴിഞ്ഞു, ഒരു ഉരുൾപൊട്ടൽ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ക്ലൈമറ്റ് റിസ്ക് നമ്മൾ കേരളത്തിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പല മുന്നറിയിപ്പുകളും പല സീസണലായിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രഷറുണ്ട്, ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്തിന് ഡെവലപ്മെൻറ്റിലുള്ള പ്രഷർ. ആ പ്രഷർ നമുക്ക് ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മൾ ആ പ്രഷറിനെ എങ്ങനെ ബാലൻസ് ചെയ്യാം? ഇതൊരു ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്തും അത് ക്ലൈമറ്റ് റെസിലിയൻസ് അല്ലെങ്കിൽ ഒരു ഇക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റിയും ഒരു ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്സും ഒക്കെ ബാലൻസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ നമ്മളിപ്പോൾ കേരളയുടെ കാര്യത്തിലും നമ്മൾ കുറേ റെസിസ്റ്റൻസ് കണ്ടു കഴിഞ്ഞു. അപ്പോൾ അത് എങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റും? ഇപ്പോൾ ഇന്റർ ഗവൺമെൻറ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് IPCC 195 രാജ്യങ്ങളുടെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടും അതിന്മേലുള്ള അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ അനാലിസിസ് റിപ്പോർട്ടും, ഇത് രണ്ടും നിയമസഭയിൽ കൊണ്ടുവന്ന പ്രതിപക്ഷമാണ് ഞങ്ങളുടേത്. ഞാൻ അഭിമാനത്തോടെ പറയുന്നു. നിയമസഭ ചർച്ച ചെയ്തു. എന്നോടൊരു വളരെ പ്രധാനപ്പെട്ട ഒരാൾ, ഇൻ്റർനാഷണൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പറഞ്ഞത്, ലോകത്തിലെ ഒരു ലെജിസ്ലേച്ചറും ചർച്ച ചെയ്തില്ല ഇത്, പക്ഷെ കേരളത്തിലെ ലെജിസ്ലേച്ചർ ചർച്ച ചെയ്തു. എന്നെ ഒരുപാട് പേര് കളിയാക്കി. IPCC റിപ്പോർട്ടാണ് നിയമസഭയിൽ കൊണ്ടുവന്നത്. കൺവെൻഷനലായിട്ട് കൊണ്ടുവരേണ്ട വേറെ എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നു. തലയാഴ്ചയിലുണ്ടായ പോലീസ് സ്റ്റേഷനിലുണ്ടായ സംഭവം കൊണ്ടുവരേണ്ടതിന് പകരം IPCC റിപ്പോർട്ട് കൊണ്ടുവന്നത് എന്തുകൊണ്ടാണെന്നറിയാം? IPCC റിപ്പോർട്ടിൽ അറേബ്യൻ സീ എന്ന് പറയുന്നത് വളരെ ടെർബുലൻ്റ് ആകുമ്പോഴാണ്. നമ്മുടെ ചെറുപ്പത്തിൽ ബേ ഓഫ് ബംഗാളായിരുന്നു കുഴപ്പമുണ്ടായിരുന്നു. ആന്ധ്ര, ആസാം, അതുപോലെ ബംഗാൾ, ഈ പ്രദേശങ്ങളിൽ നിരവധി സൈക്ലോൺസ്, നിരവധി പ്രശ്നങ്ങൾ. അവിടെ നിന്ന് ആളുകൾ ഈ ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞ് നൊമാഡ്സായിട്ട് കേരളത്തിലേക്കൊക്കെ വരുമായിരുന്നു. കെട്ടി അവിടെ ഇവിടെയൊക്കെ താമസിക്കുക. അത് കണ്ടു വളർന്നവരാണ് നമ്മൾ. ഇപ്പോൾ 78 ഒറീസയിൽ വലിയൊരു സൈക്ലോൺ ഉണ്ടായി. ഏകദേശം 1.5 ലക്ഷം പേര് മരിച്ചു. 1.5 ലക്ഷം ഒന്നും ആയിരിക്കില്ല, 5 ലക്ഷം പേര് മരിച്ചതാണ്. അന്നൊന്നും മനുഷ്യൻ മരിക്കുന്നതിനൊന്നും കണക്കില്ലല്ലോ. ഇപ്പോൾ ഈ അടുത്ത ഒരു 5 കൊല്ലം മുമ്പ് ഒറീസയിൽ അതുപോലത്തെ ഒരു ഡിസാസ്റ്റർ ഉണ്ട്. അതിനേക്കാൾ വലിയ ഒരു സൈക്ലോൺ ഉണ്ടായി. മരിച്ചത് 2 പേര്. ഒറീസ പോലുള്ള ഇന്ത്യയിലെ പിന്നോക്കം നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ഈ ക്ലൈമറ്റ് റെസിലിയൻസിന് വേണ്ടി ചെയ്ത വിസ്മയകരമായ കാര്യങ്ങൾ ഞാനൊരു ഡോക്യുമെൻ്റ് വായിച്ചു. ഐ വാസ് ഷോക്ക്ഡ്. നമ്മളൊന്നും ചെയ്യുന്നില്ല. അത് അറേബ്യൻ സീയിലേക്ക് മാറി. എപ്പോൾ വേണമെങ്കിലും ഒരു എക്സ്ട്രീം ഹെവി റെയിൻ ഉണ്ടാവാം, ക്ലൗഡ് ബേഴ്സ് ഉണ്ടാവാം. പിന്നെ തീരപ്രദേശത്ത് നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടോ? തീര ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, തീരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ പോയി തീരപ്രദേശത്ത് കാണുന്നൊരു വീട് അടുത്ത മൺസൂൺ കഴിഞ്ഞാൽ ഇല്ല. പിന്നെ ഈ ബാക്ക് വാട്ടറിലെല്ലാം വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കടലിലെ വെള്ളം ഉയരുന്നതനുസരിച്ച് നമ്മുടെ ബാക്ക് വാട്ടറിലെല്ലാം വെള്ളം കയറിക്കൊണ്ടിരിക്കുക. പല വീടുകളിലും വെള്ളമാണ് തീരപ്രദേശത്തെ. വന്നു കഴിഞ്ഞു, അതിൻ്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ വന്നു കഴിഞ്ഞു. ഞാൻ ഒക്കെ 10 കൊല്ലം മുമ്പ്
ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ എൻ്റെ ധാരണ നമ്മുടെ ലൈഫിലും വരില്ല, നമ്മുടെ മക്കളുടെ ലൈഫിലും വരില്ല എന്നാണ്. പക്ഷേ ഇപ്പം നമ്മൾ കണ്ടു തുടങ്ങി ഓരോ കൃത്യമായിട്ടുള്ള ഈ പ്രകൃതിയുടെ വാർണിംഗ് ഉണ്ടല്ലോ, നേച്ചറിൻ്റെ വാർണിംഗ് ഉണ്ട്, കണ്ടു തുടങ്ങി. നമ്മളിപ്പോൾ സുനാമി വന്നു, ഓക്കി വന്നു, 18 പ്രളയം വന്നു, 19 പ്രളയം വന്നു, ലാൻഡ് സ്ലൈഡ്സ് നമുക്കുണ്ടാകുന്നു. ഞാനൊരു കാര്യം വളരെ വിഷമത്തോടു കൂടി പറയുന്നു, കേരളം ഒരു വൾണറബിൾ ആയിട്ടുള്ളൊരു പ്രദേശമാണ്. കൊച്ചിയും മുംബൈയും ഭാവിയിൽ വെള്ളത്തിൽ മുങ്ങിപ്പോകാമെന്നാണ് നാസ അനാലിസിസ് പറയുന്നത്. വെള്ളത്തിൽ സബ്മർജറാവാം എന്ന് പറയുന്ന അപകടകരമായൊരു കാര്യമാണ്. അപ്പം അതിനെ ഏറ്റവും സയൻറ്റിഫിക്കായി ഏറ്റവും മോഡേൺ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യണം. ഇപ്പം ക്ലൈമറ്റ് പ്രഡിക്ഷൻ പ്രിസിഷൻ വേണ്ടേ അതിന്? നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ കാലാവസ്ഥാ ഡിപ്പാർട്ട്മെൻറ്റ് നല്ല കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മൾ അവരെ ഒന്നുകൂടി എക്യുപ്പ് ചെയ്യും, ഒന്നുകൂടി അവർക്കൊരു ബാക്കപ്പ് കൊടുക്കുക, ഒന്നുകൂടി മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും മറ്റ് ഈ AI ടൂൾസും ഒക്കെ ഉപയോഗിക്കാനുള്ള സംവിധാനം കൊടുക്കുക. ഒന്ന് ക്ലൈമറ്റ് പ്രഡിക്ഷൻ, പിന്നെ പോസിബിലിറ്റീസ് നേരത്തെ ചർച്ച ചെയ്യും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇൻഡിജിനസ് നോളജും ഈ മോഡേൺ നോളജും തമ്മിൽ മെർജ് ചെയ്യണം. ഞാൻ എൻ്റെ ഒറ്റ അനുഭവം പറയാം. എൻ്റെ 2018 വെള്ളപ്പൊക്കത്തിൽ വെള്ളത്തിൽ ഏറ്റവും മുങ്ങിയത് എൻ്റെ കോൺസ്റ്റുവൻസിയാണ്. അപ്പോൾ എന്നോട് ഉദ്യോഗസ്ഥന്മാരെല്ലാം കുഴപ്പമില്ല സാറേ, നാളെ ഇതെല്ലാം വെള്ളം ഇറങ്ങുമെന്ന് പറഞ്ഞു. ഈ ആളുകളെ രക്ഷിക്കാൻ വന്ന മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെ ആകാശത്തേക്കൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി തിരിഞ്ഞിട്ട് എന്നോട് പറയില്ല സാറേ, ഈ സമയം മോശമാണ്, ഇത് ടൈം വാവും മറ്റതൊക്കെയാണ്. 4ാമത്തെ ദിവസം കഴിഞ്ഞിട്ടേ വെള്ളം ഇറങ്ങുള്ളൂ, 4 ദിവസം കഴിഞ്ഞിട്ടേ ഈ കടൽ ഈ വെള്ളം അബ്സോർബ് ചെയ്യുള്ളൂ, അതുവരെ ഈ വെള്ളം നിൽക്കുമെന്ന്. ഉദ്യോഗസ്ഥർ പറഞ്ഞതുപോലെ പിറ്റേ ദിവസം പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പോയില്ല. ഇവർ പറഞ്ഞ 4ാമത്തെ ദിവസമാണ് വെള്ളം ഇറങ്ങിയത്. അതാണ് ഇൻഡിജിനസ് നോളജ്. നിങ്ങൾ ഏതോ ഒരു ചാനലിൽ വയനാട്ടിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായപ്പോൾ കുടയും ചൂടി നിൽക്കുന്ന ഒരാൾ 2 ദിവസം മുമ്പ് പറഞ്ഞൊരു വർത്തമാനമുണ്ട്. എന്തോ കുഴപ്പം മുകളിൽ നടന്നിട്ടുണ്ട്, വെള്ളത്തിൻ്റെ കളറ് ചേഞ്ച് ഉണ്ട്, അവിടെ എന്തോ ഒരു സാധനം പൊട്ടിയിട്ടുണ്ട്, ശ്രദ്ധിക്കണമെന്ന് തലേ ദിവസം, ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നതിൻ്റെ തലേ ദിവസം മലയത്ത് കുടചൂടി നിന്നൊരു പ്രായമായ ഒരാൾ പറയുന്നത്. അപ്പോൾ അയാൾക്ക് മനസ്സിലായി, പണ്ട് സമയമൊന്നും വാച്ചൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ആകാശത്തേക്ക് നോക്കിയിട്ടല്ലേ ചെയ്തിരുന്നത്, കൃഷി ചെയ്തിരുന്നത് ഇൻഡിജിനസ് നോളജാണ്. ആ ഇൻഡിജിനസ് നോളജിനെയും ഈ മോഡേൺ നോളജിനെയും കൂടി നമുക്ക് മർജ് ചെയ്തിട്ടുള്ള ഒരു ക്ലൈമറ്റ് റെസിലിയൻസ് സിസ്റ്റം നമുക്കുണ്ടാണ്. പിന്നെ ഇനി എന്ത് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് വന്നാലും എന്ത് വന്നാലും ക്ലൈമറ്റ് ചേഞ്ച് ഒരു കമ്പോണൻ്റ് ആയിരിക്കണം. നമ്മൾ ആലോചിക്കണം. ഒരു ബിൽഡിംഗ് പണിയുകയാണെങ്കിൽ നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം ബസ്റ്റാണ്, കേരളത്തിൻ്റെ ഇക്കോണമിയെ ഷൂട്ടപ്പ് ചെയ്യാൻ പറ്റുന്ന നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ളൊരു സംഭവമാണ്. നല്ല സക്സസ്ഫുള്ളാണ്, നോ ഡൗട്ട്. പക്ഷെ അത്രയും ഭാഗം ക്ലോസ് ചെയ്തപ്പോൾ അവിടം തൊട്ട് വിഴിഞ്ഞം തുറമുഖം അവസാനിക്കുന്ന അവിടം തൊട്ട് നീണ്ടകര വരെ ഉള്ള കടലാക്രമണം കുറച്ചുകൂടിയായി. കാരണം ഇത്രയും സ്ഥലം നമ്മൾ ബ്ലോക്ക് ചെയ്താൽ ഇപ്പുറത്തൊക്കെയുള്ള ഇവിടെ ബ്ലോക്ക് ചെയ്യപ്പെടും, അതിൻ്റെ കൂടി ഫോഴ്സ് ഈ സൈഡിലേക്ക് വരും. പിന്നെ ഇനി എല്ലാ ഡെവലപ്മെൻറ്റും ഉണ്ടാകുമ്പോൾ വേറൊരു സംഭവം കൂടി വരും, ഡെവലപ്മെൻറ്റ് വിക്ടിംസ് കൂടി വരും. അവിടെ ഡെവലപ്മെൻറ്റ് വിക്ടിംസ് ഉണ്ട്, ഒരുപാട് പേര് വീട് നഷ്ടപ്പെട്ട് അനാഥമായി പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഏത് ഡെവലപ്മെൻറ്റ് വന്നാലും ഡെവലപ്മെൻറ്റ് വിക്ടിംസ് വരാനുള്ള സാധ്യതകളെ പഠിക്കണം, അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് കൂടി വേണം. ഞാൻ എൻ്റെ കൺസെപ്റ്റിലെ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ, ഒരു പ്രദേശത്ത് ഡെവലപ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞാൽ കുറേ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്ങും കുറേ വില്ലാസും എന്നിട്ട് നമ്മൾ മാനം മുട്ടി ഇത് എന്താണ് എന്ന് നോക്കി നിൽക്കുന്ന ഒന്നല്ല വികസനം. വികസനം എന്ന് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ്, ആകണം. അപ്പോൾ ഈ കാലഘട്ടം കൂടി നമ്മൾ പഠിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. അതുകൊണ്ടാണ് കേരളയിൽ ഞങ്ങൾ എതിർത്തത്. അതുകൊണ്ടാണ് ഞങ്ങളൊരു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സ്റ്റഡി നടത്തി, റെയിൽവേ എക്സ്പേർട്സായിട്ട്, എൻവയൺമെൻറ്റൽ എക്സ്പേർട്സായിട്ട്, ഫിനാൻഷ്യൽ എക്സ്പേർട്സായിട്ട് വലിയ ചർച്ച നടത്തി 1 വീക്ക്. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ DPR സ്റ്റഡി ചെയ്തപ്പോൾ 300 കിലോമീറ്റർ 30 അടി ഉയരത്തിലെ എംബാങ്ക്മെൻ്റാണ്, 200 കിലോമീറ്റർ നീളത്തിൽ 2 സൈഡിലും 10 അടി ഉയരത്തിൽ മതിലാണ്. കേരളത്തിൻ്റെ ജോഗ്രഫി എന്താണ്? സ്ലോപ്പാണ്. 41 നദികൾ താഴേക്ക് ഒഴുകുന്നു, കടലിൽ പതിക്കുന്നു, മഴ പെയ്താൽ വെള്ളം ഒഴുകി താഴേക്ക് പോകുന്ന സ്ലോപ്പാണ്. ഈ 300 കിലോമീറ്റർ 30 അടി ഉയരത്തിൽ എംബാങ്ക്മെൻറ്റ് കെട്ടിയാൽ അത് ഒരു എൻവയൺമെൻറ്റൽ ഡിസാസ്റ്റർ ആയിരിക്കും.
പിന്നെ ഇപ്പുറത്തൊരു ഗുണമുണ്ട്. 200 കിലോമീറ്റർ 2 സൈഡിലും 10 അടി ഉയരത്തിലും മതിൽ കെട്ടിയ ഒരു ഗുണമുണ്ട്. എന്താ അറിയാം? ട്രെയിനും ഓടിക്കാം, മറ്റേ മൺസൂൺ വരുമ്പോൾ ബോട്ടും ഓടിക്കാൻ പറ്റും. അതാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിനെ ശക്തിയായിട്ട് എതിർത്തു. ഇപ്പം എല്ലാവരും എഗ്രി ചെയ്തു. സ്റ്റേറ്റ് ഗവൺമെൻറ്റും എഗ്രി ചെയ്തു, സെൻട്രൽ ഗവൺമെൻറ്റും എഗ്രി ചെയ്തു. ദാറ്റ് വാസ് നോട്ട് എ പ്രാക്ടിക്കൽ പ്രോജക്റ്റ്. നമ്മൾ ഈ DPR എന്ന് പറയുന്നത്, ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് തട്ടിക്കൂട്ടാകരുത്. എൻവയൺമെൻറ്റ് ഇമ്പാക്റ്റ് സ്റ്റഡി നടത്തി പ്രോജക്റ്റ്, നേരത്തെ പറഞ്ഞതുപോലത്തെ പ്രോജക്റ്റ്, കോൺക്രീറ്റ് ആയിട്ടുള്ള പ്രോജക്റ്റ് കൊണ്ടുവരണം. അതിൻ്റെ അർത്ഥം അതിവേഗ റെയിൽ വേണ്ടാന്നല്ല. അതിവേഗ റെയിലിനും വേറെ ഒരുപാട് സാധ്യതകളുണ്ട്. വളവുകൾ 600-ലധികം വളവുകളുണ്ട്. ആ വളവുകൾ നിവർത്തി നിലവിലുള്ള റെയിലിൻ്റെ ഇതോടുകൂടി എൻവയൺമെൻറ്റ് ഇമ്പാക്റ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് കൊണ്ടുവരാനുള്ള പ്ലാൻ ഉണ്ട്. അതിനുള്ള സിസ്റ്റം എഞ്ചിനീയറിംഗ് മികവൊക്കെ ഉള്ള രാജ്യമല്ല ഇന്ത്യ. വരട്ടെ, പുതിയ പ്രോജക്റ്റ് വരട്ടെ. അത് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. റെയിലിൻ്റെ കാര്യത്തിൽ നമുക്കൊരു മൊബിലിറ്റി അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് ഫാസ്റ്റ് ആക്കാൻ എന്താണ് അടുത്ത വഴി? അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത് നമ്മളിപ്പം നമ്മുടെ മൊബിലിറ്റിയെക്കുറിച്ചും ക്ലൈമറ്റ് റെസിലിയൻസിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് ഏറ്റവും റെലവൻ്റായിട്ട് ചോദിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിൽ ഒരു പ്രൈവറ്റ് സെക്ടറിനെ കുറിച്ച്, സ്റ്റാർട്ടപ്പിനെ കുറിച്ചും അതുപോലെ നമ്മുടെ ഗ്ലോബൽ ക്യാപിറ്റലിനെ കുറിച്ചും പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, പ്രൈവറ്റ് സെക്ടറും സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റവും ഒക്കെ നല്ലൊരു കോൺട്രിബ്യൂഷൻ നമ്മുടെ എക്കോണമിക്ക് തരുന്നുണ്ട്. അപ്പോൾ അവരുടെ ട്രസ്റ്റ് ഇന്ന് നമ്മൾ, പ്രത്യേകിച്ച് ഇന്ന് ഒരു ഇൻസിഡൻറ്റ്, ഡോക്ടർ CJ റോയിയുടെ ഒരു സൂയിസൈഡ് കേസ് ഇന്നലെ നമ്മൾ ഞെടുക്കിയ ഒരു സംഭവമാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നത്, അതിൻ്റെ വസ്തുത എന്തുമാത്രമാണെന്ന് പറയണം, എന്നാലും അതിനകത്ത് പറയുന്നത് ഒരു പ്രഷർ ഫ്രം ദി അതോറിറ്റീസ് അല്ലെങ്കിൽ റെഗുലേറ്റേഴ്സ് എന്ന കാര്യമാണ് ഇപ്പോൾ മീഡിയയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പ്രൈവറ്റ് സെക്ടറിൻ്റെ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ കോൺഫിഡൻസ് ഗെയിൻ ചെയ്ത്, അത് പ്രത്യേകിച്ചും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ നല്ലതാണ് എന്നൊരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻ റിയാലിറ്റി നമ്മൾ പല മെട്രിക്സുകളും പല ചർച്ചകളും സംവാദങ്ങളും ഈസ് ഓഫ് ഡൂയിങ്ങിലുണ്ട്. പക്ഷേ ഇൻ റിയാലിറ്റി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നാൽ ഒരു സോഷ്യൽ ഇക്വിറ്റീനെ കോംപ്രമൈസും ചെയ്യരുത്. കാരണം പ്രൈവറ്റ് സെക്ടറിന് കൊടുത്താൽ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് പ്രൈവറ്റ് സെക്ടറിൻ്റെ അല്ലെങ്കിൽ ഇൻവോൾവ്മെൻറ്റ്. എന്നാൽ സോഷ്യൽ ഇക്വിറ്റിയെ കോംപ്രമൈസ് ചെയ്യാതെ ഈ പ്രൈവറ്റ് സെക്ടറിൻ്റെ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഗ്ലോബൽ ക്യാപിറ്റലിൻ്റെ ഒക്കെ ഒരു ട്രസ്റ്റ് എങ്ങനെ വിൻ ചെയ്യാൻ പറ്റും? ഇതിന് 2 പാർട്ടായിട്ടാണ് ഞാൻ കാണുന്നത് ചോദിച്ചപ്പോൾ. ഒരു പാർട്ടെന്ന് പറയുന്നത്, ഒന്ന് ബിസിനസ് ചെയ്യുന്നവർ, ട്രേഡ് ചെയ്യുന്ന ആളുകൾ, കച്ചവടക്കാർ, വ്യാപാരികൾ, ഇവരെയൊക്കെ സർക്കാരിൻ്റെ ശത്രുക്കളായിട്ട് കാണരുത്, മിത്രങ്ങളായിട്ട് കാണണം. എങ്ങനെയാണ് മിത്രങ്ങളായിട്ട് കാണുന്നത്? എന്താ മിത്രം, എന്താ ബന്ധം? ജെനുവിൻ ടാക്സ് പേയേഴ്സാണ്. അവർ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് വാടകയ്ക്കെടുത്ത്, ഇലക്ട്രിസിറ്റി ചാർജ് കൊടുത്ത്, അവർ വാട്ടർ ചാർജ് കൊടുത്ത്, 5-6 ജീവനക്കാരെ തൊട്ട് മുകളിലേക്ക് കുറേ ജീവനക്കാർക്ക് ജോലി കൊടുത്ത്, അവർ GST അടച്ച് അവരൊരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോവുക. ആ സ്ഥാപനം തകർന്നാൽ, അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രി അവർ ചെയ്യുന്ന കുറേ സമാനമായ ബിസിനസ് തകർന്നാൽ ആർക്കാണ് നഷ്ടം? ഞാൻ പറയും സർക്കാരിനാണ് നഷ്ടം ആദ്യം. അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. സർക്കാർ ചെയ്യേണ്ടത് എല്ലാ സെക്ടറിനെയും വാച്ച് ചെയ്യണം. നേരത്തെ പറഞ്ഞതുപോലെ വാച്ച് ചെയ്യണം. ചില സമയത്ത് ചില സെക്ടേഴ്സ് താഴേക്ക് പോകും, പല പ്രശ്നങ്ങളുമുണ്ട്, പല മാർക്കറ്റ് കൊണ്ട്, ബിസിനസ്സിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട്, സമ്മർദ്ദം കൊണ്ട്. ചിലപ്പോൾ ഇപ്പോൾ ഇൻ്റർനാഷണൽ ഡിസിഷൻസൊക്കെ, ചൈന ഒരു തീരുമാനം എടുത്താൽ ട്രംപ് ഏത് തീരുമാനമാണ് നാളെ രാവിലെ എടുക്കാൻ പോകണമെന്ന് ഇപ്പം തന്നെ ഒരു പിടിയില്ല. ഇന്ന് രാത്രി വേറെ തീരുമാനം വരും, പുള്ളിയുടെ പറയാൻ പറ്റില്ല. അതൊക്കെ ഇമ്പാക്റ്റ് ബിസിനസ്സിലുണ്ടാവും. അങ്ങനെ ഒരു ബിസിനസ് തകർന്നു പോകുന്ന, ഏതെങ്കിലും ഒരു സെക്ടർ ബിസിനസ് തകർന്നു പോകുമ്പോൾ ഗവൺമെൻറ് അവർക്ക് താങ്ങാകണം ആ സമയത്ത്. ഞാൻ പറയണത് വെന്റിലേറ്റർ എന്നുള്ള വാക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ പാടില്ല, വെന്റിലേറ്റർ ആവണമെന്നാണ് പറയേണ്ടത്. പക്ഷേ ഇപ്പോൾ വെന്റിലേറ്റർ ഉപയോഗിക്കുന്നത് വേറെ രോഗി വന്നാലേ വെന്റിലേറ്റർ മാറ്റുള്ളൂ. അതിനല്ല വെന്റിലേറ്റർ, ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിലപ്പോൾ ടാക്സ് ഒഴിവാക്കി കൊടുക്കുക, ഒരു കൊല്ലത്തേക്ക് ടാക്സ് ചിലപ്പോൾ ഒഴിവാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചില സഹായങ്ങൾ വേറെ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് ബിസിനസ്സിനെ ചെയ്യേണ്ടത്. ഇപ്പോൾ പുറത്തുനിന്ന് GST ക്ലോസ് ചെയ്തപ്പോൾ B2B ബിസിനസ്സും B2C ബിസിനസ്സും വരുന്നുണ്ട്. 5 പൈസ കൊടുക്കാതെ. ഇപ്പോൾ ഞാൻ ഒരു വീട് വയ്ക്കുകയാണ്, 5000 സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കുകയാണ്. 5000 സ്ക്വയർ ഫീറ്റ് ടൈൽസ് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരിക, ടാക്സ് കൊടുക്കുന്നില്ല. അപ്പോൾ ഗവൺമെൻറ് കണ്ണടയ്ക്കുകയാണ്. ഗവൺമെൻറ്റിന് എന്താ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഗവൺമെൻറ് കണ്ണടയ്ക്കരുത്. കാരണം വേറൊരുത്തനും ഇവിടെ കടയിട്ട് അവിടെ ടൈൽസ് വയ്ക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്, സർക്കാർ ടാക്സ് തരണവൻ, അവൻ പൂട്ടിപ്പോവും. അവൻ പൂട്ടിപ്പോയാൽ സർക്കാരിനാണ് നഷ്ടം. അപ്പോൾ അതൊരു പാർട്ട്. ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അവരെ ചേർത്ത് പിടിക്കണം, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. നമ്പർ 2,
ധൈര്യമായിട്ട് വന്ന് ബിസിനസ് തുടങ്ങാൻ പറ്റണം. അതിന് കുറേ കൂടി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് നമ്മൾ പേപ്പറിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു കൾച്ചർ ഉണ്ടാക്കി കൊടുക്കണം. വളരെ വേഗത്തിൽ ക്ലിയറൻസ് കൊടുക്കാൻ പറ്റാവുന്ന രീതിയിലാണ്. അതിനൊരു ചെറിയ തടസ്സമുള്ളത് നമ്മുടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷനാണ്. നമ്മുടെ ജനസാന്ദ്രത ചില ബിസിനസ്സുകൾക്ക് ജനസാന്ദ്രത ഏരിയയിൽ കൊടുക്കാനുള്ള ഒരു തടസ്സം, ചില പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ചില ബിസിനസ്, അതൊക്കെ നമുക്ക് ശ്രദ്ധിക്കണം. അതൊക്കെ ഒരു 10% 20% വരുള്ളൂ. അല്ലാത്ത ദൗത്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് നന്നായി ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരാളെ സ്റ്റേറ്റ് ഗസ്റ്റായിട്ട് സ്വീകരിക്കണം. എയർപോർട്ടിൽ സ്റ്റേറ്റ് കാറിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എയർപോർട്ടിൽ പോകണം, നമ്മൾ സ്റ്റേറ്റ് ഗസ്റ്റായിട്ട് കൊണ്ടുവന്ന് അയാൾക്ക് എല്ലാ ഫെസിലിറ്റീസും കൊടുത്ത് നമ്മൾ അയാളോട് സംസാരിക്കണം. അയാളുടെ കൂടെ ഒരു ഉദ്യോഗസ്ഥൻ, ഇതൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റാവുന്ന ഒരു ഉദ്യോഗസ്ഥൻ അയാളുടെ കൂടെ ട്രാവൽ ചെയ്യണം. അങ്ങനെയുള്ള നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള കുറേ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആളുകളെ കൂടി നമുക്കിപ്പോൾ നമ്മൾ ടൂറിസ്റ്റ് ഗൈഡുകളില്ലേ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇൻഡസ്ട്രിയും സ്റ്റാർട്ടപ്സും മറ്റ് സംരംഭങ്ങളും തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ആളുകളെ ഗൈഡ് ചെയ്യണം. പിന്നെ ഇൻഡസ്ട്രി തന്നെ ഗവൺമെൻറ് തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് കേരളത്തിൽ തുടങ്ങാൻ പറ്റാവുന്ന പ്രോജക്റ്റുകൾ എന്തെല്ലാം സ്റ്റാർട്ടപ്സ്, കേരളത്തിൻ്റെ ജോഗ്രഫി, കേരളത്തിൻ്റെ ക്ലൈമറ്റ്, ഇതെല്ലാം വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് മുന്നോട്ട് വെക്കണം. കുറേ പ്രോജക്റ്റുകൾ 200-300 പ്രോജക്റ്റുകൾ സെലക്ട് ചെയ്ത് വന്ന് ചെയ്യാൻ പറ്റാവുന്ന, ചിലപ്പോൾ IT ഉണ്ടാവും, ചിലപ്പോൾ AI ഉണ്ടാവും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും മാനുഫാക്ചറിങ് സെക്ടറിലുണ്ടാവും. അങ്ങനെയുള്ള 10-300 പ്രോജക്റ്റ് ഗവൺമെൻറ് തന്നെ ഷോക്കേസ് ചെയ്യണം. കേരളത്തിൻ്റെ സാധ്യതകൾ കൂടി പഠിച്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവർക്ക് വന്ന് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റുന്ന, ഇന്ന ഫീൽഡിൽ ബിസിനസ് തുടങ്ങാൻ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ആരംഭിക്കാൻ വേണ്ടി വരുന്നൊരു ചെറുപ്പക്കാരനായ ആൾക്ക് അത് നോക്കി അത് പഠിച്ച് അതിൻ്റെ ഗൈഡൻസ് കൊടുക്കാൻ പറ്റാവുന്ന ഒരു സംവിധാനം ചെയ്യണം. അവരെ പ്രൊമോട്ട് ചെയ്യുകയും അവർക്ക് ഒരു ഗൈഡൻസ് വേണം. ചിലപ്പോൾ ഭയങ്കര എക്സ്പേർട്ടായിരിക്കും ഈ സബ്ജക്റ്റിൽ, പക്ഷേ ഫിനാൻഷ്യൽ എക്സ്പേർട്ട് ആയിരിക്കില്ല. ബിസിനസ് തുടങ്ങണമെങ്കിൽ അതുകൂടി വേണം, രണ്ടും കൂടി വേണം. അതിൻ്റെ ഒരു വയബിലിറ്റി, ഇക്കണോമിക് വയബിലിറ്റി എല്ലാം ആലോചിച്ച് ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇത്ര രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു, ഓരോ മാസം ബാങ്കിലേക്ക് കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എനിക്കത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു എക്കണോമിക് സൈഡ് ഉണ്ടല്ലോ, ആ സൈഡ് കൂടി ബിസിനസ് തുടങ്ങുന്ന ചെറുപ്പക്കാർക്ക് അവർക്ക് ഗൈഡൻസ് കൊടുക്കണം. അതിനെക്കുറിച്ച് കൂടി അവർക്കൊരു അവയർനെസ് വേണം. അവർ ചിലപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ BTech ഉള്ളൊരു പയ്യൻ വന്നിട്ടായിരിക്കും ഇത് തുടങ്ങാൻ പോകണം. അയാൾ അതിൻ്റെ അകത്ത് എക്സ്പേർട്ടായിരിക്കും, മിടുക്കനായിരിക്കും അല്ലേ, അല്ലെങ്കിൽ മിടുക്കിയായിരിക്കും. ഇപ്പം മിടുക്കെന്ന് മാത്രം പറയാൻ പാടില്ല, 2-3 പ്രാവശ്യം എനിക്ക് അബദ്ധം പറ്റി, മിടുക്കിന്നും കൂടി പറയണം, മിടുക്കിയായിരിക്കും. അപ്പോൾ അവരെ അവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യണം. അവർക്ക് ആ ഒരു സൈഡും കൂടി അവർക്ക് അഡ്വൈസ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഫെയിൽ ചെയ്യും. ആ ഒരു ഗൈഡൻസ് ഒക്കെ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് നമുക്ക് എന്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, എന്ത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. നല്ലൊരു കൾച്ചറല്ലേ. അപ്പോൾ ഒരു അഭിമാനം നമുക്ക് തോന്നണം. ഓരോ സ്ഥലത്തും ഒരുപാട് സാധ്യതകളുണ്ട്. പല തരത്തിലുള്ള കേരളത്തിൻ്റെ സാധ്യതകളെ പരിശോധിക്കണം. ഞാൻ പറഞ്ഞു 10-11 മാസമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനം കേരളം. 11 മാസമായിട്ട് 1ാം സ്ഥാനം നമ്മൾ വേറെ ആർക്കും കൊടുക്കില്ല. എന്തുകൊണ്ടാണ് സംഭവം? മാർക്കറ്റ് ഇൻ്റർവെൻഷൻ ഇല്ല. നമുക്ക് നല്ല സ്ഥാപനങ്ങളുണ്ട്, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഉണ്ട്, കൺസ്യൂമർ ഫെഡ് ഉണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പൈസ ഇല്ല ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ. ഞാൻ ഓർത്തു സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ സെൽഫ് റിലയൻ്റ് ആക്കാൻ പറ്റില്ലേ, എന്നിട്ട് അവർക്ക് സബ്സിഡി കൊടുക്കാൻ പാടില്ലേ? എങ്ങനെയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്? എങ്ങനെയാണ് വലിയ കോർപ്പറേറ്റ് കമ്പനികൾ? ഞങ്ങൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലെ കുറച്ച് എക്സ്പേർട്സായിട്ടും അതിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ചെറുപ്പക്കാരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം സിമ്പിളായിട്ട്. അതായത് ഇപ്പോൾ മുളക് ഉപയോഗിക്കുമല്ലോ നമ്മൾ. മുളക് എവിടെ ഉണ്ടാകണം? ഗുണ്ടൂരാണ് ഉണ്ടാകണം, ആന്ധ്രയിൽ. മുളകിൻ്റെ ക്രോപ്പ് സീസണിൽ പോയിട്ടാണ് സപ്ലൈ ചെയിൻകാർ ബൾക്കായിട്ട് ഇങ്ങ് മേടിക്കും. ചിലപ്പോൾ കൃഷി ഇറക്കുന്നതിന് മുമ്പ് അഡ്വാൻസ് കൊടുത്ത് അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കും. എന്നിട്ട് ബൾക്കായിട്ട് മേടിക്കും. 25 രൂപയ്ക്ക് മുളക് കിട്ടും. എന്നിട്ട് അവർ സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ട് അവർക്ക്, വലിയ തോതിൽ ലക്ഷക്കണക്കിന് ടൺ സ്റ്റോർ ചെയ്യാൻ പറ്റാവുന്ന ആ സ്റ്റോറേജ് ഫെസിലിറ്റീസിൽ അവർ ഇത് വയ്ക്കും. ഓഫ് സീസൺ ആകുമ്പോഴേക്കും ഈ മുളകിന് 25 രൂപയുള്ള മുളകിന് 100 രൂപയാവും. ഒരു 100 രൂപയ്ക്ക് വിൽക്കും. 25 രൂപ മേടിക്കുക സാധനം. എത്രയും മാർജിൻ 75 രൂപയാണ് ഒരു കിലോന്. ആകെ ചിലവ് 10 രൂപ 15 രൂപ ചിലവ് വരുള്ളൂ ഈ സ്റ്റോറേജ് ഫെസിലിറ്റിക്ക്. മനസ്സിലായേ? അങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ ചോദിച്ചു, ഒരു പബ്ലിക് സെക്ടറിലുള്ള ഒരു സ്ഥാപനത്തിന്
ഒരു ഗവൺമെൻറ് ഒന്നും പൈസ ഒന്നുമില്ല, ഗവൺമെൻറ്റിൻ്റെ പൈസ ഒന്നുമില്ല. കോപ്പറേറ്റീവ് സെക്ടറിൻ്റെ പൈസ എടുത്തിട്ട് ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി കൊണ്ടുവരിക. ഇടുക്കി ജില്ലയിൽ 5 കോപ്പറേറ്റീവ് ബാങ്കുകൾ കൂടി സഹായിക്കുക. ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് മുളക് മാത്രമല്ല 13 എസെൻഷ്യൽ കോമോഡിറ്റീസ് ഉണ്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ 25 രൂപ മുളകിന് 100 രൂപ ആകുമ്പോൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് 75 രൂപയ്ക്ക് വിൽക്കാം. എവിടെ? മാവേലി സ്റ്റോറിൽ. മറ്റൊരു 100 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഇവിടെ 75 രൂപയ്ക്ക് വിൽക്കും. അപ്പോഴും സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് ഒരു ലാഭം ഉണ്ടാക്കാം. നമ്മൾ നമ്മുടെ പബ്ലിക് സെക്ടറിനെയും വിവിധ സ്ഥാപനങ്ങളെ, ഞാൻ പ്രൈവറ്റ് കമ്പനീസിലൊക്കെയാണ് നോക്കുന്നത് കേട്ടോ. എൻ്റെ നോട്ടം പ്രൈവറ്റ് ബിസിനസ്സും ഇൻഡസ്ട്രിയും അതാണ് നോക്കുന്നത്. നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാമെങ്കിൽ എന്തുകൊണ്ട് ഗവൺമെൻറ്റിന് സക്സസ്ഫുൾ ആവാൻ പാടില്ല എന്നാണ് ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ ഐ എം റെപ്രസെൻറ്റിങ് ദ ഗവൺമെൻറ്, ദ ബ്യൂറോക്രസി, എവറിത്തിങ്. ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദ്യം ഇടാൻ ഞങ്ങൾക്കത് പറ്റുന്നില്ല. അതിൽ ഞാനടക്കമുള്ള ആളുകൾ കുറ്റക്കാരാണ്, തെറ്റുകാരാണ്. അപ്പോൾ ആ സിസ്റ്റത്തെയാണ് നമ്മൾ മാറ്റേണ്ടത്. നിങ്ങൾക്കതിന് പറ്റുമെങ്കിൽ ഞങ്ങൾക്കതിന് പറ്റിയേ മതിയാവും, എന്നാലേ കേരളം മാറുള്ളൂ. അതാണ് ആറ്റിറ്റ്യൂഡ്. എന്തായാലും നമ്മൾ സ്വന്തമായിട്ട് മുളക് പൊടി തുടങ്ങിയില്ലെങ്കിലും ഒരു ബ്രാൻഡി തുടങ്ങി കേരളത്തിൽ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു ചോദ്യമാണ് പബ്ലിക് ട്രസ്റ്റ്. കാരണം വളരെ കണക്റ്റഡ് ആണ് പ്രൈവറ്റ് സെക്ടറും ഇനി പബ്ലിക് ട്രസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഗവൺമെൻറ്റിൻ്റെ പല കാര്യങ്ങളിലും ഒരു പബ്ലിക്കിൻ്റെ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് വിൻ ചെയ്യാൻ പറ്റാതെ പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് പല കാര്യങ്ങളും. ഇപ്പം കേരളയിലാണെങ്കിൽ പല കാര്യങ്ങളും വരുമ്പോഴും നമ്മളിത് പറഞ്ഞ് കൺവേ ചെയ്ത് ആ കമ്മ്യൂണിക്കേഷൻ റൈറ്റായിട്ട് എൻഡ് റിസീവറിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ഒരു അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ ഒരു ട്രാൻസ്പെറൻസി ഒക്കെ ഒന്ന് എൻഷുർ ചെയ്യാൻ നമ്മുടെ ഗവേണൻസിലും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലും ഗവൺമെൻറ്റിലും എന്തൊക്കെ സ്ട്രക്ചറൽ റിഫോംസ്, ആ സ്ട്രക്ചറൽ റിഫോംസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ ഫ്യൂച്ചർ, നമ്മൾ ഭാവിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ വളരെ അനിവാര്യമാണെന്ന് കരുതുന്നു അല്ലേ? അതിനെന്തൊക്കെ മാറ്റം നമ്മൾ വരുത്തണം ഈ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു കോൺഫിഡൻസ് വിൻ ചെയ്യാൻ, ഈ ഒരു അക്കൗണ്ടബിലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി? ഞാനൊരു ആദ്യ പാർട്ടിൽ അതിൻ്റെ കുറച്ച് ആൻസർ പറഞ്ഞു. അതായത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. പിന്നെ നമ്മളൊരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ പ്രൈവറ്റ് ഇൻഡസ്ട്രിയിൽ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കതിൻ്റെ മുഴുവൻ ഡീറ്റെയിലും അറിയാൻ പറ്റുമല്ലോ. നിങ്ങളോട് വന്ന് ആരെങ്കിലും ചോദിക്കും ഇത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ ഇതെന്താണെന്ന്? നിങ്ങൾ പറയുമല്ലോ. കാരണം നിങ്ങളുടെ പൈസ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, നിങ്ങളുടെ ലൈഫാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ, നിങ്ങളുടെ ഡ്രീമാണ്, എല്ലാമാണ്. ഗവൺമെൻറ്റിനും അത് ആകണം. നാട്ടുകാരുടെ പണമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നാടിനൊരു നേരത്തെ പറഞ്ഞതുപോലെ ഇക്കോണമി ഷൂട്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, നാടിന് മാറ്റം വരുത്താൻ വേണ്ടി. ഇതിൽ നിന്ന് പണം കിട്ടിയിട്ട് വേണം വേറെ വെൽഫെയർ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്കീംസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്നുള്ള ചിന്ത വേണം. ഉദ്യോഗസ്ഥന്മാർ മോശമെന്നല്ല ഞാൻ പറയുന്നത്, തയ്യാറാക്കി കൊണ്ടുവരുന്ന റിപ്പോർട്ടിൻ്റെ അടിയിൽ ഒപ്പുവെക്കാനല്ല ജനപ്രതിനിധികൾ. അവരോട് ചോദ്യങ്ങൾ ചോദിക്കണം അവരോട്. എന്താണ്, എങ്ങനെയാണ്, എന്താണ്, ഇങ്ങനെ വന്നാൽ എന്തു പറ്റും? നമ്മൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം, എന്നിട്ട് അവരെ കറക്റ്റ് ചെയ്യണം. അവർ പറഞ്ഞിരിക്കുന്ന തെറ്റായ കാര്യങ്ങളെ മാറ്റി എഴുതിച്ചു കൊണ്ടുവരണം. എന്നിട്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ എക്സ്പേർട്സിനെ നമ്മൾ അവൈൽ ചെയ്യണം. നമുക്ക് അറിയാൻ പാടില്ലാത്ത വിഷയത്തിൽ അവൈൽ ചെയ്യണം. അവരെ കൂടി നമ്മൾ ഉപയോഗിക്കണം. എന്നിട്ട് നമ്മുടെ ഒരു കൺവിക്ഷൻ എത്തുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇതിന്, തെറ്റിദ്ധാരണയാണ്, സമയം എടുക്കുന്നത്. അത് നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് പോലെ ഇരിക്കും. നമുക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 10 ദിവസം കൊണ്ട് തീർക്കേണ്ട കാര്യം 24 hours കൊണ്ട് നമുക്ക് തീർക്കാം. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ആളുകളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുക. ഇപ്പോൾ കേരളയിൽ അവതരിപ്പിച്ചപ്പോൾ അത് ഉണ്ടായില്ല, ആ ക്ലാരിറ്റി ഉണ്ടായില്ല. പിന്നെ ഹരിയാനയിലെ ഏതോ ഒരു കമ്പനി തട്ടിക്കൂട്ടിക്കൊണ്ടുവന്ന പ്രോജക്റ്റാണ്. അത് വായിച്ചാൽ ഞാൻ ലേമാനാണ്, ഞാൻ എക്സ്പേർട്ട് അല്ല, ഐ എം നോട്ട് ആൻ എക്സ്പേർട്ട് ഒരു സബ്ജക്റ്റിലും. ലേമാനായ എനിക്ക് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അബദ്ധം എഴുതി വെച്ചേക്കണത്. അപ്പോൾ അത് ആരും ഒരു സ്ക്രൂട്ടിനി പോലും നടത്തിയിട്ടില്ല. ഉദ്യോഗസ്ഥ തലത്തിലൊന്നും ആ DPR വായിച്ചിട്ടില്ല. ഞാൻ നിയമസഭയിൽ മുഖ്യമന്ത്രിയോട് ഈ 200 കിലോമീറ്റർ ദൂരം 2 വശത്തും മതിൽ കെട്ടണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു സംഭവം അതിൻ്റെ അകത്ത് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വായിച്ച ഓർമ്മയുണ്ടായതുകൊണ്ട് എൻ്റെ മഹാഭാഗ്യത്തിന് ഞാൻ ആ പേജ് നമ്പർ പറഞ്ഞു. DPR ഇത്രാമത്തെ പേജിൽ ഒന്ന് നോക്കുക, അതിൻ്റെ പിക്ചർ വരെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് കമ്പിവേലി കെട്ടിയാലും സാധാരണ മതിൽ കെട്ടിയാലും ഉള്ള 2 പിക്ചർ കൂടി കൊടുത്തിട്ട് അത് കമ്പയർ ചെയ്തിട്ട് ഇതാണ് സ്യൂട്ടബിൾ എന്ന് പറഞ്ഞ് കമ്പിവേലി അല്ലാത്ത മതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലായി? ഞാൻ പറഞ്ഞല്ലോ, ലേമാൻ എന്നുള്ള നിലയിൽ നോക്കിയപ്പോൾ പോലും നമുക്ക് അത് പ്രാക്ടിക്കൽ അല്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ എക്സ്പേർട്സുമായിട്ട് സംസാരിച്ചത്. നമുക്ക് ആ ഒരു എക്സ്പെർട്ടൈസ് നമ്മുടെ ചുറ്റും എല്ലാ സബ്ജക്റ്റിലും ഉണ്ട്.
നമുക്ക് അതിനുള്ള ആളുകളുണ്ട്, നമ്മൾ അവരെ നന്നായിട്ട് ഉപയോഗിക്കണം. നമുക്ക് എന്തുമാത്രം പുതിയ പുതിയ കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കോസ്റ്റൽ ഷിപ്പിങ്ങിലും ഏവിയേഷൻ്റെ കാര്യത്തിലുമൊക്കെ അന്വേഷിച്ച് പോയപ്പോൾ കിട്ടിയ എന്തുമാത്രം ഇൻഫർമേഷൻസ് ആണെന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ കാര്യവും ദുബായ് എയർപോർട്ട് UAE-യുടെ ഈ ദുബായിയുടെ GDP-യിലേക്ക് 28% ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. 28% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞു ടോം പറഞ്ഞു ട്രാൻസിഷൻ ഹബ്ബാണ്, മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞു. നമ്മൾ സിംഗപ്പൂർ പോയപ്പോൾ സിംഗപ്പൂർ ഒരു പോർട്ട് സിറ്റിയാണ്. ഞാൻ അമേരിക്കയിലെ സിയാറ്റിൽ പോയപ്പോൾ സിയാറ്റിൽ ഈസ് എ പോർട്ട് സിറ്റി. 10 കൊല്ലം മുമ്പ് പോയതാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ നമ്മുടെ ഇതുമായിട്ട് കമ്പയർ ചെയ്തു. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ, എനിക്കൊരു ദിവസം ഒരു ഫ്രണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഒരു പാക്കറ്റ് വിയറ്റ്നാമിൽ പോയപ്പോൾ കൊണ്ടുവന്നു. ഒരു ചെറിയ പാക്കറ്റ്, ഭയങ്കര മനോഹരമായൊരു പാക്കിങ്. ഞാനപ്പോൾ ഒരു കത്രിയൊക്കെ എടുത്ത് കട്ട് ചെയ്ത് കഴിക്കാനുള്ള എന്താണെന്ന് മനസ്സിലായി. നോക്കിയപ്പോൾ എന്താണെന്ന് അറിയാം, നമ്മുടെ ചക്കച്ചുള. സത്യം, ഒന്നുകൂടി വാല്യൂ ആഡ് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്. ഒന്നുകൂടി എൻ്റെ വീട്ടിൽ ചക്ക വീണു പോവുകയാണ്, ഒരുപാട് സ്ഥലത്ത് ചക്ക വീണു പോവുകയാണ്. അവിടെ അവർ ആ വീണു പോകുന്ന ചക്ക എടുത്ത് വാല്യൂ ആഡഡ് പ്രോഗ്രാം തയ്യാറാക്കി അത് പാക്ക് ചെയ്ത് ഇങ്ങോട്ട് അയച്ച് നമ്മളെ ഞെട്ടിക്കുകയാണ്. ഇപ്പോൾ ടീ പ്ലാന്റേഷൻസ് മുഴുവൻ അടഞ്ഞു കിടക്കുകയാണ് ആണല്ലോ. പ്ലാന്റേഴ്സിൻ്റെ അടുത്ത ജനറേഷൻ UK-യിലേക്കും ജർമ്മനിയിലേക്കും ഒക്കെ പോവുകയാണ്. കാരണം അവർക്ക് നിൽക്കാൻ താല്പര്യമില്ല. അതൊരു വരുമാനമില്ലാത്ത സംഭവമാണ്. അവിടുത്തെ ലയങ്ങളിലെ തൊഴിലാളികൾ പട്ടിണിയാണ്. നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ്. അവിടെ അവക്കാഡോയും റംബുട്ടാനും അടക്കമുള്ള ഭയങ്കര വിലപിടിപ്പുള്ള ഫ്രൂട്ട്സ്, ലോക മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് പോസിബിലിറ്റി ഉള്ള ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന സ്ഥലം. നമുക്ക് ഇപ്പോൾ അത് ഇവിടെ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ചെറിയ തോതിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് എ പ്ലാന്റേഷൻ ക്രോപ്പ്. നമുക്ക് ലാൻഡ് റീഫോംസ് ആക്ടിൽ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നു, മുഴുവൻ വേണ്ട, 1/3 ഈ പൂട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലെ കൃഷി സ്ഥലത്ത് ഈ ഫ്രൂട്ട് പ്ലാന്റ് കൂടി വളർത്താനുള്ളൊരു അനുമതി കൊടുത്താൽ ഈ ഫ്രൂട്ട് പ്ലാന്റ് വളർത്തി അവർ ലാഭം ഉണ്ടാക്കും, മറ്റേ ടീ പ്ലാന്റേഷൻ സക്സസ് ആവും, ലയത്തിലെ തൊഴിലാളികളുടെ പട്ടിണി മാറും, ആ ബിസിനസ് നമുക്ക് ലൈവാവും. അതിൻ്റെ കൂടെ അതിൻ്റെ വാല്യൂ ആഡർ കൂടി, ഈ ചെയ്യുന്ന റംബുട്ടാനും അവക്കാഡോ ഉൾപ്പെടെയുള്ള ഈ ഫ്രൂട്ട്സിൻ്റെ ഒരു വാല്യൂ ആഡർ കൂടി ചെയ്താൽ നമുക്ക് ആ മേഖലയെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കുക, കൈ പിടിച്ചിട്ട്. എവിടെയാണിത് തളർന്നു കിടക്കുന്നത്, എവിടെയാണ് അവശമായി കിടക്കുന്നത്, അവിടെയെല്ലാം കൈ പിടിച്ച് നമ്മൾ ഉയർത്തണം. ഓരോ ഐഡിയാസ് വരുമ്പോൾ, നേരത്തെ ഐഡിയാസ് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? നമുക്ക് ചിലപ്പോൾ നമുക്ക് വായനയിൽ നിന്ന്, അല്ലെങ്കിൽ ഇൻട്രാക്ഷനിൽ നിന്ന്, അല്ലെങ്കിൽ വലിയ എക്സ്പേർട്സുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ചില ഒരു എക്സിബിഷന് പോകുമ്പോൾ ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ആ ആശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുമ്പോൾ അവരുമായിട്ട് നിരന്തരമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് ലഭ്യമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് മാറ്റങ്ങൾ എല്ലാ സെക്ടറിലും വരുത്താൻ പറ്റും. വളരെ പൊട്ടൻഷ്യലുള്ള ഒരു സ്റ്റേറ്റാണ് നമ്മുടെ കേരളം. ആ മാറ്റം നമുക്ക് വരുത്താൻ പറ്റും. നമുക്ക് നമ്മുടെ ഇക്കോണമിയെക്കുറിച്ച് ഗൗരവതരമായി ചിന്തിക്കണം. ഇക്കോണമി നമ്മൾ റെമിറ്റൻസ് ആണ് നമ്മുടെ ബാക്ക് ബോൺ അല്ലേ, ഇക്കോണമിയുടെ ബാക്ക് ബോൺ. അത് യൂറോപ്പിൽ പോണവരൊന്നും പൈസ അയക്കാനില്ല കേട്ടോ, ഗൾഫിൽ പോണ പാവങ്ങളെ അയക്കാനുള്ളത്. യൂറോപ്പിൽ പോണവർ പൈസ അയക്കാനില്ല, ശ്രദ്ധിച്ചോളാം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ഗൾഫിൽ പോകണമെന്ന് പറയുമ്പോൾ സന്തോഷം, യൂറോപ്പിൽ പോകണമെന്ന് പറയുമ്പോൾ ഉണ്ടാവുന്നില്ല. കാരണം അവിടെ ചെന്ന് അതിൻ്റെ പാർട്ടായി മാറുകയാണ്. പിന്നെ അവിടെ സോഷ്യൽ വെൽഫെയർ സ്കീംസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ കണ്ടിന്യൂ ചെയ്യാണ്. പാരൻസിനെ ഇവിടുന്ന് കൊണ്ടുപോവാണ്. മനസ്സിലായേ? ഇവർ ഈ ഗൾഫിൽ പോകുന്നവർ ഇങ്ങോട്ട് പൈസ അയക്കും, കുറേ നാൾ കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും, ഇവിടെ വന്നിട്ട് ഒരു ബേക്കറിയെങ്കിലും ഓപ്പൺ ചെയ്യും. പാവങ്ങളാണ്. പക്ഷെ റെമിറ്റൻസ് നമ്മുടെ ബാക്ക് ബോണാണ്. കേരളം ഇതുവരെ പഠിക്കാത്തൊരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് റിവേഴ്സ് റെമിറ്റൻസ് ഉണ്ട് കേരളത്തിൽ. എത്ര ലക്ഷം അതിഥി തൊഴിലാളികളുണ്ട് കേരളത്തിൽ? 30 ലക്ഷം എന്നാണ് കണക്ക്, കൊട്ട കണക്കാണ്, അതിനേക്കാൾ കൂടുതലുണ്ട്. 30 കരുത്. അതിൽ അവർക്ക് കിട്ടുന്ന വരുമാനം അവർ എത്ര പെർസെൻറ്റേജ് സ്പെൻഡ് ചെയ്യുന്നുണ്ട് കേരളത്തിൽ? ഞാൻ തമാശയായിട്ട് പറയും, അവർ പണ്ട് ഗൾഫിൽ പോയിരുന്ന ആളുകളെ പോലെയാണ്, മുണ്ട് മുറുക്കി കൊടുത്ത് പൈസ നാട്ടിലേക്ക് അയക്കുന്നത് പോലെ. ഈ പാവങ്ങൾ ശനിയാഴ്ച വൈകുന്നേരം കൂലി കിട്ടിയാൽ തിങ്കളാഴ്ച ബാങ്കിൻ്റെ മുമ്പിലാണ് നാട്ടിലേക്ക് മുഴുവൻ പൈസ അയക്കുക. ആകെ മേടിക്കുന്നത് ഗോതമ്പ് പൊടി, ദാല്, പിന്നെ ഉള്ളി, ഇത്രയും മേടിക്കുള്ളൂ. പിന്നെ കള്ള് കുടിക്കുന്നവർ മാത്രം, ഞാൻ ഇത് നോക്കും, അവരെ എക്സ്പെൻഡിച്ചർ ഞാൻ നോക്കാറുണ്ട്. കള്ള് കുടിക്കുന്നവർ മാത്രം കുറച്ച് പൈസ ഇവിടെ എക്സ്പെൻഡിച്ചർ ഇവിടെ ഉണ്ട്, അല്ലാതെ ഇല്ല. അപ്പോൾ എത്ര കോടി രൂപ ഇവിടുന്ന് റിവേഴ്സ് റെമിറ്റൻസ് ആയിട്ട് അതർ സൈഡിലേക്ക്, മറ്റ് സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട്, ശ്രദ്ധിക്കണം. ഇപ്പോൾ ബാംഗ്ലൂരിലെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇരിക്കുകയാണ്. പാൻഡമിക് സിറ്റുവേഷൻ സമയത്ത് എല്ലാം വർക്ക് ഫ്രം ഹോം ആയിരുന്നു. വർക്ക് ഫ്രം ഹോം
എല്ലാവരും നാട്ടിൽ വന്ന് വർക്ക് ചെയ്യരുത്. അപ്പോൾ ബാംഗ്ലൂരിൽ IT കമ്പനികളൊക്കെ എന്ത് ചെയ്തു? IT കമ്പനികൾക്ക് ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യണ റെൻ്റാണ്, റെൻറ്റ്. അപ്പോൾ അവർ ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ലാഭമായപ്പോൾ അവർ ഇത് കുറച്ചു, ഇന്ന സ്ഥലം കുറച്ചു, ഏരിയ കുറച്ചു, ഇപ്പോൾ റെൻറ്റ് കുറഞ്ഞു. അപ്പോൾ ഇവർ ഈ വർക്ക് ഫ്രം ഹോം പ്രൊമോട്ട് ചെയ്തു. ആര്? കമ്പനികളല്ല. പക്ഷേ ബാംഗ്ലൂർ സിറ്റിക്കും കർണാടകത്തിനുണ്ടായ ലോസ് എന്താണെന്നറിയാം? ഈ 50,000 രൂപ കിട്ടുന്ന സാലറി കിട്ടുന്ന ഒരുത്തൻ റെൻറ്റും അവിടുത്തെ പബ്ബിലും പോയി റെസ്റ്റോറൻറ്റിലും പോയി ഒരു 30,000 രൂപ 30 തൊട്ട് 50 വരെ സ്പെൻഡ് ചെയ്യണം. 50 കിട്ടുന്ന 50 സ്പെൻഡ് ചെയ്യണ പിള്ളേരുണ്ട്. മുഴുവൻ സ്പെൻഡ് ചെയ്യുമായിരുന്നു അവിടെ. ആ പൈസ അവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല, അത് ഇങ്ങോട്ട് വന്നു. സർക്കുലർ ഇക്കോണമിയാണ്. മാർക്കറ്റിൽ പൈസ വരികയും അതിൻ്റെ എക്സ്പെൻഡിച്ചർ ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ കയ്യിലേക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് മൂന്നാമൻ്റെ കയ്യിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴാണ് മാർക്കറ്റിൽ പണം ഉണ്ടാകുന്നത്. അതിന് എക്കണോമിക് ആക്ടിവിറ്റി വേണം. പക്ഷേ ഈ റിവേഴ്സ് റെമിറ്റൻസ് നമ്മുടെ എക്കോണമിയെ എത്രമാത്രം ഗൗരവതരമായി ബാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പഠിക്കണം. ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കുകയാണ്. നമ്മൾ ഈ പുറത്തേക്ക് ആളുകൾ പോകുന്നതിനെക്കുറിച്ച് നമ്മൾ പല രീതിയിലുള്ള ആങ്സൈറ്റിയും അല്ലെങ്കിൽ ഒരു കൺസേണായിട്ട് പറയുന്നുണ്ട്. അത് അതിന് നമ്മൾ അത്രയും കൺസേണായിട്ട് പറയേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ഒരു ഫ്രീഡം മൂവ്മെൻ്റ് ഉണ്ടല്ലോ, അതെല്ലാവർക്കും അവരുടെ ഫ്രീഡം അനുസരിച്ച് മൂവ് ചെയ്യാനുള്ള ഒരു ബേസിക് റൈറ്റ് ഉറപ്പായിട്ടുണ്ട്. 100%. ഞാൻ പോകുന്നതിനെതിരല്ല. ഗാന്ധി, നെഹ്റു ഒക്കെ വിദേശത്ത് പോയി പഠിക്കുകയും ഒക്കെ ചെയ്ത ആളുകളാണ് അല്ലേ? ഒരു അംബേദ്കർ ഉൾപ്പെടെയുള്ള ആളുകൾ. നമ്മുടെ ഒരു ലെഗസി അതാണ്. എനിക്ക് തോന്നുന്നത് ആദ്യത്തെ പാർലമെൻറ്റൊക്കെ വന്നപ്പോൾ അതിനകത്ത് 50% 60% പേര് പുറത്ത് പഠിച്ച ആളുകളാണ്. വിദേശത്തൊക്കെ പോയി പഠിച്ച ആളുകളാണ്. വിദേശത്തൊന്നും പോയി പഠിച്ച് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ഏറ്റവും നല്ല റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷെ ഇപ്പം പോണ പോക്ക് നമ്മുടെ ഇവിടെയുള്ള സ്ഥാപനങ്ങളെക്കാൾ നിലവാരം കുറഞ്ഞ സ്ഥാപനങ്ങളിൽ പോയി പഠിക്കാൻ അവർ വിധിക്കപ്പെടുകയാണ്. അവിടുത്തെ ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്യുന്ന മോശമല്ല, അത് എല്ലാ തൊഴിലിനും അതിൻ്റേതായ മഹത്വമുണ്ട്. പക്ഷെ മിക്കവരോടും ഞാൻ ചോദിക്കുമ്പോൾ ഓൾഡ് ഏജ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ പോയിട്ട് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ അത്തരം തൊഴിലുകൾ ഇല്ലാഞ്ഞിട്ടല്ല. അപ്പോൾ പോകുന്ന എല്ലാവരും ഇങ്ങനെ ഒരു ബൾക്കായിട്ടുള്ളൊരു പോക്ക്, അതിന് അവർ പോകണ്ടെന്ന് നമ്മൾ പറയല്ല ചെയ്യേണ്ടത്. ഇവിടെ അവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കണം, അതാണ്. അല്ലാതെ നിങ്ങൾ പോകണ്ടെന്ന് പറയാൻ ഞങ്ങൾക്ക് എന്ത് റൈറ്റ്? ഞങ്ങളാരാ? നിങ്ങൾ പോകണ്ട, ജർമ്മനി പോകണ്ട, ജർമ്മൻ പഠിക്കണ്ട, ജർമ്മനി പോകണ്ട, നിങ്ങൾ കാനഡയിൽ പോകണ്ട എന്ന് പറയാനൊന്നും ഞങ്ങൾക്ക് യാതൊരു റൈറ്റും ഇല്ല. അത് നിങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റാണ്, നിങ്ങൾക്ക് വിദേശത്ത് പോയി പഠിക്കാനും അവിടെ ജോലി ചെയ്യാനും. പക്ഷെ ഞങ്ങൾ പകരം എന്താ പറയേണ്ടത്? പോകണ്ട മക്കളെ, ഇവിടെ നിന്നാൽ മാതാപിതാക്കളുടെ കൂടെ കുടുംബത്തോടൊപ്പം നിൽക്കുക, നിങ്ങൾക്ക് നല്ല കോഴ്സ് പഠിക്കുക, നല്ല ജോലി സാധ്യത ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണം. അത് ഞങ്ങളുടെ ജോലിയാണ്. എനിക്ക് തോന്നുന്നു അതേ ഒരു കോണ്ടെക്സ്റ്റ് ആണ്, ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുക, ഇവരെ റീറ്റെയിൻ ചെയ്യിക്കാനുള്ള. അപ്പം സതീഷ് ചേട്ടൻ ഇപ്പം ഇതൊക്കെ ഒരു കൺക്ലൂഡ് ചെയ്യുന്ന പാർട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ 5 വർഷമാകുന്നു സതീഷ് ചേട്ടൻ പ്രതിപക്ഷ നേതാവായിട്ട്. അപ്പോൾ ഈ പ്രതിപക്ഷത്തിൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും നിങ്ങൾക്കും ഞങ്ങൾക്കും അത് സമൂഹത്തിനും തെറ്റായെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒരു കറക്റ്റ്നെസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ 5 വർഷത്തിനിടയിൽ പ്രതിപക്ഷത്തിന് തിരുത്താൻ പറ്റാത്ത ഏറ്റവും വലിയ ഒരു മിസ്റ്റേക്ക് എന്താ? ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം പറയാം. 5 വർഷത്തെ പ്രതിപക്ഷത്തിരുന്നതിൻ്റെ എനിക്കൊരു സന്തോഷം പങ്കുവയ്ക്കാനുണ്ട് നിങ്ങളോട്. കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു ഹർത്താലോ ബന്ധോ നടത്താത്ത ആദ്യത്തെ പ്രതിപക്ഷമാണ് ഞങ്ങളുടെ പ്രതിപക്ഷം. ഒരുപാട് പ്രഷറുണ്ടായി. നോ, നിങ്ങൾ നാളെ ബാങ്കിൽ പോകരുത്, സ്കൂളിൽ പോകരുത്, കോളേജിൽ പോകരുത്, ജോലിക്ക് പോകരുത്, ആശുപത്രിയിൽ പോകരുത് എന്ന് പറയാനുള്ള റൈറ്റ് ഒരു ഓർഗനൈസ്ഡ് കമ്മ്യൂണിറ്റിക്ക് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല അഖിലേന്ത്യാ പണിമുടക്ക്, ഇവിടെ മാത്രമേ പണിമുടക്കാണുള്ളൂ, കേരളത്തിൽ മാത്രം. വേറെ കർണാടകത്തിൽ ചെന്നാൽ, തമിഴ്നാട്ടിൽ ചെന്നാൽ, UP ചെന്നാൽ, ബോംബെ ചെന്നാൽ അവർ അറിഞ്ഞിട്ട് പോലുമില്ല പണിമുടക്ക്. ആ കാലമൊക്കെ മാറി. കേരളം ആ തിരിച്ചുവരവാണ്. നെഗറ്റിവിറ്റി അല്ല നമുക്ക് ചെയ്യേണ്ടത്, ഡിസ്കോഴ്സാണ് നമ്മൾ ചെയ്യേണ്ടത്. ഗവൺമെൻറ്റിനെ തിരുത്താൻ പറ്റാത്തത് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മുടെ ഇക്കോണമി തകർന്നുപോയി. ഞാൻ എപ്പോഴും കഴിഞ്ഞ 10 വർഷമായിട്ട് നിരന്തരമായി പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് മുമ്പേ നിരന്തരമായി, ഇപ്പോൾ GST വന്നപ്പോൾ ഞാൻ പറഞ്ഞു, GSTക്ക് വ്യത്യാസം, വാറ്റിൽ ഫസ്റ്റ് പോയിന്റിലാണ് ടാക്സ്, GSTയിൽ എൻഡ് പോയിന്റിലാണ് ടാക്സ്. അപ്പോൾ കൺസ്യൂമർ സ്റ്റേറ്റാണ് കേരളം. GST പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്നുവെങ്കിൽ കേരള വുഡ് ഹാവ് ബീൻ ദ നമ്പർ 1 ബെനഫിഷ്യറി ഇൻ GST. ചെയ്തില്ല, റീസ്ട്രക്ചർ ചെയ്തില്ല, ടാക്സ് അഡ്മിനിസ്ട്രേഷൻ
നന്നായി ചെയ്തില്ല. IGSTയുടെ റിട്ടേൺ കൃത്യമായി കൊടുക്കാത്തതുകൊണ്ട് 30,000 കോടി രൂപയുടെ നഷ്ടമുണ്ട്. ടാക്സ് കറക്റ്റായിട്ട് കളക്ട് ചെയ്യുന്നില്ല. ഒറ്റ ഉദാഹരണം, അല്ലെങ്കിൽ തന്നെ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഗോൾഡ് മർച്ചൻസ് എന്നെ വെടിവെച്ച് കൊല്ലും. ഞാൻ അവരെക്കുറിച്ച്, സ്വർണ്ണ കച്ചവടക്കാരെ കുറിച്ച് പറയുക. 2001 ഒരു പവൻ സ്വർണത്തിന് 4,000 രൂപ അല്ലേ? അപ്പോൾ എത്ര കിട്ടിയിരുന്നത്? 500 കോടി കേരളത്തിന് കിട്ടിയിരുന്നു ടാക്സ്. ഇപ്പോൾ 26-ൽ സ്വർണത്തിൻ്റെ വില ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൂടിക്കൊണ്ടിരിക്കുക. 1,30,000 ആയെന്ന് തോന്നുന്നു. 1,00,000 ഒന്ന് കൂട്ട്, 30 പോട്ടെ, 1,00,000 ഒന്ന് കൂട്ട്. അപ്പോൾ 25 ഇരട്ടി വർദ്ധിച്ചു അല്ലേ? സ്വർണത്തിൻ്റെ സെയിൽ കുറഞ്ഞിട്ടില്ല. ഞാൻ വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ കണക്ക് നോക്കിയാൽ ഇന്ത്യയിൽ ഇറങ്ങുന്നതിൻ്റെ 30% ഗോൾഡ് കേരളത്തിലാണ് സെല്ല് ചെയ്യുന്നത്. പക്ഷേ 4,000 രൂപ കിട്ടിയപ്പോൾ, 4,000 രൂപ പവന് വിലയുണ്ടായിരുന്നപ്പോൾ കിട്ടിയ ടാക്സ് 500 കോടിയാണെങ്കിൽ അതിൻ്റെ 25 ഇരട്ടി ഇപ്പോൾ കിട്ടണമായിരുന്നു. വേണ്ടേ? ഒരു 10,000-നും 15,000 കോടിയുടെ ഇടയിൽ കിട്ടണമായിരുന്നു. ഇപ്പോൾ കിട്ടുന്ന എത്രയെന്നറിയാം? പഴയ 500 കോടി തന്നെ. ലീക്കേജാണ്, ലീക്കേജ്. അത്രയും പൈസ കിട്ടിയിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യായിരുന്നു. സ്വർണ്ണ കച്ചവടക്കാരെ എന്നെ കണ്ടാൽ ശരിയാക്കില്ലേ? അല്ല, നമ്മൾ ഒരു UDF ഗവൺമെൻറ് വരുവാണെങ്കിൽ ഇതിനൊരു KPI വെച്ച് ഈ ഒരു ടാക്സ് അവിടെ ഒരു പ്രോഗ്രസ് കാർഡായിട്ട് നമുക്ക് ഒരു വർഷം കഴിയുമ്പോൾ അതൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് അതേ കോൺഫിഡൻസോടെ പറയാൻ പറ്റുമോ നമുക്കിത് എക്സിക്യൂട്ട്? ഉറപ്പായിട്ട് ചെയ്തിരിക്കും, ഉറപ്പായിട്ട് 100%. ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ഒരു വിട്ടുവീഴ്ച, സ്നേഹമായിരിക്കും അവരോട്. അവരുടെ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യും, എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യും. പക്ഷേ ടാക്സ് അടക്കണം. ചേട്ടാ, അടുത്ത ഒരു കാര്യം, സതീഷ് ചേട്ടൻ്റെ ഈ ഒരു കോൺഫിഡൻസ്. കാരണം നമ്മൾ ഈ ഡിസ്റപ്ഷൻ എന്നൊക്കെ പറയാറുണ്ട്, ഒരു ബിസിനസ്സിൽ ഡിസ്റപ്ഷൻ ഉണ്ടാകുന്നത് വളരെ സർവ്വസാധാരണമാണ്. ഇപ്പം ഒരു പൊളിറ്റിക്കൽ ഡിസ്റപ്ഷൻ, കാരണം ഈ 5 വർഷത്തിനിടയിൽ പല കാര്യങ്ങളിലും, അതൊരു സാമുദായിക വിഷയത്തിലാണെങ്കിലും, അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നേരിടുന്നു, അത് മുന്നണിക്കുള്ളിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ പല നിലപാടുകളും പല ആറ്റിറ്റ്യൂഡുകളും വളരെ കോൺഫിഡൻസോടെ സതീഷ് ചേട്ടൻ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. മുൻപിൽ ഇതിന് കമ്പയർ ടു എനി അതർ എന്താ പറയുക, പ്രതിപക്ഷ നേതാക്കളെക്കാളും വ്യത്യസ്തമായിട്ട് വളരെ കോൺഫിഡൻസോടെ ഇത് എക്സ്പ്രസ് ചെയ്യാൻ ആ കോൺഫിഡൻസ് എവിടെ നിന്ന് കിട്ടി? കാരണം നമ്മുടെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമുക്ക് എഡ്യൂക്കേഷൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് കൊടുക്കുക. കാരണം പഠിക്കാനുള്ളതെല്ലാം അവർക്ക് കയ്യിലുണ്ട്, അവരുടെ ഫിംഗർ ടിപ്സിലുണ്ട്. അവർ ലാക്ക് ചെയ്യുന്ന കോൺഫിഡൻസിലാണ്. ഈ കോൺഫിഡൻസ് ഇത് സ്വയം ആർജിച്ചെടുത്തതാണോ, അത് വായനയിൽ വായിച്ച പുസ്തകങ്ങളിൽ നിന്നാണോ? അപ്പം ഞാൻ എന്താണ് വ്യത്യസ്തമായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ, VD എന്നൊരു വാക്കിന് ഒരു വെർസറ്റൈൽ ഡിസ്റപ്റ്റർ എന്ന് പറയാം അല്ലേ? കാരണം ഇത്രയും നാളും കണ്ടുവന്ന പരമ്പരാഗതമായ രാഷ്ട്രീയ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഒത്തിരി ഡിസ്റപ്ഷൻസ് ഈ പറഞ്ഞ പല കാര്യങ്ങളിലും സതീഷ് ചേട്ടൻ കൊണ്ടുവന്നു. ഈ കോൺഫിഡൻസിൻ്റെ സോഴ്സ് എന്താ? കോൺഫിഡൻസിൻ്റെ അടിത്തറ വായനയാണ് ആദ്യത്തെ. അത് ഞാൻ ധൈര്യമായിട്ട് പറയും. വായന നൽകുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. പുതിയ കാര്യങ്ങൾ, ഇൻ സെർച്ച് ഓഫ് നോളജ്, അറിവ് തേടിയുള്ള നമ്മുടെ നിരന്തരമായ അന്വേഷണമാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ആ അറിവ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന കോൺഫിഡൻസ് ഉണ്ട്, ഓരോ പുതിയ അറിവ്. പിന്നെ പണ്ട് ഞാൻ എപ്പോഴും പറയും, പണ്ട് രാവിലെ ഒരു ഇരുമ്പൊലക്കയായിട്ട് ഇറങ്ങിയിരുന്ന ഒരാളാണ്. എന്താ കാര്യം എന്നറിയാം? എൻ്റെ അഭിപ്രായം മാറില്ല. ഇപ്പോൾ ഞാൻ വന്ന ഒരു 5 പേരായിട്ട് സംസാരിക്കും, ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ എൻ്റെ ഇരുമ്പൊലക്ക എടുത്ത് തോട്ടിലെറിയും. കാരണം അത് കൊള്ളില്ല. വേറെ 4 പേരായിട്ട് സംസാരിക്കുമ്പോഴാണ് അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും അറിഞ്ഞ് നമ്മൾ അതാണ് ടീം. നമ്മൾ നല്ല ടീം ബിൽഡ് ചെയ്യുക. ശരിക്കും ബിസിനസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഗവേണൻസ് എന്ന് പറയുന്നത്. കറക്റ്റ്. പോളിറ്റിക്സും അതാണ്. നല്ല ടീം ബിൽഡ് ചെയ്യുക, നല്ല വിഷൻ ഉണ്ടാവുക, നല്ല പ്ലാനിങ് ഉണ്ടാവുക, അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അത് തന്നെ ബിസിനസ് ചെയ്യുന്ന പോലെ തന്നെ, അതുപോലെ തന്നെയാണ് അതിൻ്റെ നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലേ, എല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് ഉണ്ടാവുക. അപ്പം നമ്മൾ അറിവുള്ള ആളുകളോട് നമ്മൾ നിരന്തരമായി സംസാരിക്കുകയും, ഇപ്പോൾ വായിച്ച് കിട്ടുന്ന അറിവ് നമ്മൾ വേറെ ആളുകളായിട്ട് ഷെയർ ചെയ്യുകയും അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ചരിത്രത്തിലേക്കുള്ള അന്വേഷണം. ഇപ്പോൾ ഫ്യൂച്ചറാണ് സംഭവം. ഇപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ചാണ് ഒരുപാട് ബുക്സ് ഇറങ്ങുന്നത്. കംപ്ലീറ്റ് ഭയങ്കരമായ ബുക്സ് ഇറങ്ങുക. അടുത്ത നൂറ്റാണ്ടിലെ ഹെൽത്ത് എന്തായിരിക്കും, അടുത്ത നൂറ്റാണ്ടിലെ മെഡിസിൻ എന്തായിരിക്കും, എന്തൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഈ കേഴ്സ്വെല്ലിൻ്റെ ബുക്കിൽ തന്നെ പറയുന്നത് AI എന്ന് പറയുന്നത് ഈ ഡെക്കേഡിൻ്റെ അവസാനമാകുമ്പോഴേക്കും
ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ ഒപ്പം പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അത് സൂപ്പർ ഇൻ്റലിജൻ്റ് ആവും. അതായത് ഹ്യൂമൻ ഇൻ്റലിജൻസിനെ ബൈപ്പാസ് ചെയ്യും. ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് ഒരു ഹ്യൂമൻ ക്രിയേഷൻ, നമ്മുടെ ഒരു ക്രിയേഷൻ നമ്മളെ ബൈപ്പാസ് ചെയ്ത് നമ്മളെക്കാൾ സൂപ്പർ ഇൻ്റലിജൻ്റ് ആവുന്ന സാധനം. ഇതൊക്കെ ഞാൻ നേരത്തെ ട്രംപിന് ഒരു പ്രാവശ്യം പറഞ്ഞു, വീണ്ടും പറയാൻ എനിക്കൊരു വിഷമം. അതുപോലത്തേക്ക് ആളുകളുടെ കൈ കിട്ടി. അത് പറയണമെന്താ അറിയാം, ഇവിടെ ഒരു വിവാദം ഉണ്ടാകാതിരിക്കാൻ ഞാൻ അമേരിക്കയിലൊക്കെ പറയണത്. ഞാൻ ഉദ്ദേശിച്ച ആരെയൊക്കെയും നിങ്ങൾക്ക് മനസ്സിലായല്ല. ഇവരുടെയൊക്കെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഏകാധിപതികളായ ഭരണാധികാരികളുടെ കൈകളിലേക്ക് ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരിതെങ്ങനെ മിസ്യൂസ് ചെയ്യും എന്നൊക്കെയുള്ള ഭയം എന്നെ ഭരിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. എങ്ങനെ വേണമെങ്കിലും ഈ ശാസ്ത്രത്തിൻ്റെ അറിവ്, പുതിയ അറിവൊക്കെ ഇവർ മിസ്യൂസ് ചെയ്യാം. മാനവരാശിയുടെ ഉന്നമനത്തിന് വേണ്ടിയും അവരുടെ ക്ഷേമത്തിന് വേണ്ടിയും അത് പ്രയോജനപ്പെടുത്താം എന്നതുപോലെ ഒരു അപകടം അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ അതിൽ ഹരാരയുടെ ബുക്കിൽ ഒറ്റയാണെന്ന് തോന്നും, നെക്സസിലൊക്കെ പറയുന്നത്. ഞങ്ങൾ ഇന്നലെ ഒരു സെഷൻ നെക്സസ് ടു ആക്സസ് ഒരു കടാര ഇങ്ങനെ, അതിലാണ് വേറെ ഒരു കടാര, ഭയങ്കര കുഴപ്പക്കാരനല്ല, എത്ര പേരെ കുത്തിക്കൊല്ലാം. ഈ ടേബിളിൽ വെച്ചു അവിടെ ഇരിക്കും പാവത്തിനെ പോലെ. ഒരുത്തനെടുത്ത് പിടിച്ചാലല്ലേ വല്ലവരെ കുത്താൻ പറ്റുള്ളൂ, ഒറ്റയ്ക്ക് കുത്തുമോ? ഇനി ഫുൾ ലോഡഡ് റിവോൾവർ ഇത് ഇവിടെ ഇരിക്കുകയാണ്. എത്ര പേരെ വെടിവെച്ചു കൊല്ലാം? ഒറ്റയ്ക്ക് പുള്ളിക്കാരനെ എഴുന്നേറ്റിരുന്ന് എല്ലാവരും വെടിവെച്ചു കൊല്ലോ? ഇല്ല. ഇനി അതിനേക്കാൾ കുഴപ്പം പിടിച്ച സാധനമാണ് ബോംബ്. ഒരു പ്ലെയിനിൽ ഒറ്റയ്ക്ക് ഒരു ബോംബ് കയറിപ്പോയി ഗാസയിലും ഉക്രൈനിലും പോയി ബോംബ് ചെയ്യോ? പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതല്ല. അതാണ് ഫസ്റ്റ് ടൈം നമ്മുടെ ഇൻ്റലിജൻസിനെ ബൈപ്പാസ് ചെയ്യുന്ന സാധനം. ആ ഒരു കാലത്തേക്കൊക്കെ ഉള്ള ഒരുക്കമാണ് നമ്മൾ വേണ്ടത്. ഒരുക്കം, എല്ലാം മെൻ്റൽ പ്രിപ്പറേഷൻ. ആ ഒരു കാലത്തെ അറിവിൻ്റെ അല്ലേ, നോളജ്, കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു കാലത്തേക്കുള്ള പോക്കാണ്. അതിനു വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷനും അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുമാണ് നമ്മൾ ഒരുക്കേണ്ടത്. അതിന് കേരളത്തിന് പറ്റുമെന്നാണ് എൻ്റെ ആത്മവിശ്വാസം. പിന്നെ മറ്റ് ചില കാര്യങ്ങളിലൊക്കെ അതിൻ്റെ ഇടയിൽ വന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാം ഒരുമിച്ച് നേരിടുക, എല്ലാത്തിനെയും നമ്മളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളെ പരാജയപ്പെടുത്തുക, അത് വലിയ സർവനാശത്തിലേക്ക് നയിക്കും. കേരളത്തിനൊരു സെക്യുലർ പൊസിഷനിങ് ഉണ്ട്. കേരളത്തിൽ ഒരു സെക്യുലർ പൊസിഷൻ. ഞാൻ കഴിഞ്ഞ ദിവസം വളരെ അറിയാതെ ഇമോഷണലായിട്ട് പറഞ്ഞു പോയതാണ്. ഞാൻ പറഞ്ഞു, പിണറായി വിജയനും VD സതീശനും ഒക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങളൊക്കെ ഇപ്പം ഈ ബഹളം ഉണ്ടാക്കുന്നില്ല, കുറച്ച് ആൾ കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ഓർമ്മ പോലും ഉണ്ടാവില്ല ചിലപ്പോൾ ആളുകൾക്ക്. ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും, പക്ഷെ കേരളം ഉണ്ടാവും. കേരളം ഉണ്ടാകണം. നമ്മുടെ മക്കളും നിങ്ങളും നിങ്ങളുടെ മക്കളും ഒക്കെ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിൽ മലയാളി അവൻ്റെ പ്രത്യേകതയായി ഒരുമിച്ച്, ഏത് പാവപ്പെട്ടവൻ്റെ കോളനിയിലും പണക്കാരൻ്റെ കോളനിയിലും ചെന്നാലും എല്ലാ കമ്മ്യൂണിറ്റിയും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. അത് 50 കൊല്ലം കഴിഞ്ഞാലും 100 കൊല്ലം കഴിഞ്ഞാലും അങ്ങനെ ആവണം. അത് അങ്ങനെ അല്ലാതാക്കാൻ ശ്രമിച്ചാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് നഷ്ടപ്പെട്ടാലും ഞാൻ അതിനെ ചോദ്യം ചെയ്തിരിക്കും. ഒരു വിട്ടുവീഴ്ചയില്ലാതെ, വെള്ളം ചേർക്കാതെ. ആ പൊസിഷനിങ് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ആ സെക്യുലർ പൊസിഷനിങ്ങിന് ഒരു മാറ്റം വരുത്തില്ല. ഞാൻ നഷ്ടപ്പെടാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. അതിനുവേണ്ടി എന്ത് നഷ്ടപ്പെടുത്താൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. ഒരു കോംപ്രമൈസും ഇല്ല. അത് നിങ്ങൾ അങ്ങനെ ആകണം. മറ്റതൊക്കെ വെറുതെയാണ്, നമ്മളെ ഇല്ലാതാക്കും നമ്മളെ. അതാണ് എനിക്ക് നിങ്ങളോട് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അപ്പുറം തരാനുള്ള ഒരു മെസ്സേജ്. ഓക്കെ, നമുക്ക് സമയം ആയി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ നമുക്ക് ഓഡിയൻസിൽ നിന്ന് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും. ഹലോ സർ, നമസ്കാരം. സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, VD സതീശൻ എന്ന് പറയുന്ന റീഡറെ അല്ലെങ്കിൽ ഒരു ലേണറെ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ VD സതീശൻ എന്നുള്ള ടീച്ചറെ എത്രത്തോളം നമ്മൾക്ക് അറിയാമെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ അത് അങ്ങയുടെ പാർട്ടിക്കകത്താണെങ്കിലും മറ്റും അങ്ങയുടെ ഒരു മെൻറ്റർഷിപ്പിൽ അല്ലെങ്കിൽ അങ്ങയുടെ ഒരു വിഷൻ, അങ്ങ് പഠിച്ചത് അങ്ങ് മറ്റുള്ളവർക്ക് കൊടുത്തതിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ഒരു സിസ്റ്റം നമുക്കറിയാം. എൻ്റെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ ഒരു ഡിസ്കഷനിൽ വി ആർ ഹാവിങ് ദിസ് ഡിസ്കഷൻ അറ്റ് എ യൂണിവേഴ്സിറ്റി. ഞങ്ങളുടെ ജെയിൻ യൂണിവേഴ്സിറ്റിൻ്റെ ന്യൂ ഇനീഷ്യേറ്റീവ് ഡയറക്ടർ അടുത്തുണ്ട്. ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട്, ഒരു ഫ്യൂച്ചർ ലീഡേഴ്സിന് വേണ്ടിയിട്ട്, അതായത് ഇതൊരു ലോങ് ആർഡുവസ് പ്രോസസ്സാണ്, എത്രയോ വർഷം എടുത്തിട്ടാണ് ഇപ്പോൾ ഈ പറയപ്പെടുന്ന സ്കിൽ സെറ്റുകൾ, എക്സ്പീരിയൻസുകളെല്ലാം നമ്മൾ ആർജിച്ചെടുക്കുന്നത്. അപ്പോൾ ജെയിൻ യൂണിവേഴ്സിറ്റി നാളെ ഒരു ഫ്യൂച്ചർ ലീഡർഷിപ്പ് പ്രോഗ്രാം നടത്തുകയാണെങ്കിൽ
അതെങ്ങനെയായിരിക്കണം? അങ്ങയുടെ ഒരു അഭിപ്രായം അല്ലെ അങ്ങയുടെ ഒരു വിഷൻ അതിലെന്താണ് എന്നറിയണമെന്നുണ്ട്. നമ്മൾ രണ്ട് ആസ്പെക്റ്റ്. ഒന്ന്, നേരത്തെ ഞാൻ പറഞ്ഞു, കൃത്യമായിട്ടുള്ള സ്റ്റഡി, കറക്റ്റായിട്ടുള്ള സ്റ്റഡി. ഏത് കാര്യം ചെയ്യുമ്പോഴും കൃത്യമായ തയ്യാറെടുപ്പ്, പ്രിപ്പറേഷൻ. അതിനെക്കുറിച്ച് നമുക്ക് കിട്ടാവുന്ന അറിവുകൾ മുഴുവൻ ശേഖരിച്ച് പ്രാക്ടിക്കലായിട്ടുള്ള നോളജ് നമ്മൾ കളക്ട് ചെയ്യുക. അറിയാവുന്നവരോട് ചോദിച്ച് ഇപ്പോൾ ഇൻഫർമേഷൻ ഈസ് ഓൺ യുവർ ഫിംഗർ ടിപ്പ് അല്ലേ? ഞങ്ങളെ തലമുറയിലെ പോലെയല്ല, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാം കിട്ടും. അത് കിട്ടി കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് അത് കറക്റ്റായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുക. പിന്നെ എല്ലാത്തിനും ഉപരിയായിട്ട് ഞാൻ പറയും, നിങ്ങൾ പൊളിറ്റിക്കൽ ആവണമെന്ന് പറയും. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് യു ഹാവ് ടു എൻറോൾ ഇൻ ടു എ പൊളിറ്റിക്കൽ പാർട്ടി. പൊളിറ്റിക്കൽ പാർട്ടിയിൽ എൻറോൾ ചെയ്ത എല്ലാവരും പൊളിറ്റിക്കൽ അല്ല ആണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ എൻറോൾ ചെയ്യാതെയും നിങ്ങൾക്ക് നിങ്ങൾ ഡെമോക്രാറ്റിക് ആവുക. ഡെമോക്രാറ്റിക് തിങ്കിങ്, മറ്റൊരാൾക്ക് നമുക്ക് വിയോജിക്കാം, അയാളുടെ അഭിപ്രായം കേൾക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുക, നമ്മൾ ആളുകളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുക, അങ്ങനെ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയൊക്കെ ടൈമാണ്, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലിയാക്കുക, ഒരു പ്രോഗ്രസീവായിട്ടുള്ള തിങ്കിങ് ഉണ്ടാവുക. പിന്നെ എവിടെയാണ് സൈഡ് ലൈൻഡായിട്ട് ആളുകൾ കിടക്കുന്നത് അവരെ ചേർത്ത് പിടിക്കുക. ചിലപ്പോൾ ഒരു വാക്കുകൊണ്ട്, ഒരു നോക്കുകൊണ്ട്. നിങ്ങളൊരു ഭയങ്കര ബിസിനസ്സുകാരനായി, വലിയ എൻട്രപ്രണറായി, പക്ഷെ മനുഷ്യ പറ്റില്ല, തീർന്നില്ലേ? അപ്പോൾ വാക്കുകൊണ്ട്, പണം കൊണ്ട് മാത്രമല്ല, വാക്കുകൊണ്ട്, നോക്കുകൊണ്ട്, സാന്ത്വനം കൊണ്ട്, തലോടൽ കൊണ്ട്, ചേർത്ത് നിർത്തൽ കൊണ്ട് ഒരുപാട് പേരെ ചേർത്ത് പിടിക്കുക. ആ ഒരു മനുഷ്യത്വം കൂടി നിങ്ങൾ ഇതിനോടൊപ്പം ഡെവലപ്പ് ചെയ്ത് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സൊസൈറ്റി നന്നാകണം തോന്നും, കുടുംബങ്ങൾ നന്നാകണം തോന്നും, മാറ്റമുണ്ടാകണം തോന്നും. നിങ്ങളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ചേഞ്ച് സൊസൈറ്റിക്ക് കൂടി ഗുണപരമാണ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ആംഗിൾ കൂടി ഇതിനോടൊപ്പം നമ്മൾ ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യും. പിന്നെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ്, അതിൽ ഏറ്റവും എക്സ്ട്രീമിൽ പോവാം. അത് എവിടം വരെ ചെന്ന് പഠിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അവിടം വരെ പോയി പഠിക്കുക. പാഷനേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ്. ഞങ്ങളുടെ കാലത്തൊക്കെ മെഡിസിൻ എഞ്ചിനീയറിംഗിലും പോയില്ല, നിന്നെ ഒന്നിനും കൊള്ളില്ല എന്നാണ് പറയണത്. ഇപ്പം അങ്ങനെയൊന്നും പറയില്ലല്ലോ ആരും. എല്ലാ കോഴ്സിനും അതിൻ്റേതായ പോസിബിലിറ്റീസ് ഉള്ള കാലമാണ്. എല്ലാ കോഴ്സും മനോഹരമാണ്. പുതിയ കോഴ്സുകൾ ഉണ്ടാവുകയാണ്, പുതിയ സബ്ജക്റ്റുകൾ ഉണ്ടാവുകയാണ്, പഠനങ്ങൾ ഉണ്ടാവുകയാണ്, വരാനിരിക്കുന്ന അത് അങ്ങനത്തെ ഒരു കാലമാണ്. ആ കാലത്തെ എൻജോയ് ചെയ്യുക, അറിവ് തേടിയുള്ള അന്വേഷണം നടത്തുക. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഈ സംവാദം ശ്രവിച്ചതിന് ഹൃദ്യമായ നന്ദി. അതുപോലെ സതീഷ് ചേട്ടന് വിലയേറിയ സമയത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വേദി വിടുന്നതിന് മുമ്പ് ഒരു ചെറിയ ചടങ്ങ് കൂടിയുണ്ട്. അതിനായി നമ്മുടെ ഫ്യൂച്ചർ കേരള മിഷൻ്റെ ചെയർമാൻ പ്രൊഫസർ വേണു രാജാമണിയെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ജനുവരി 8 മുതൽ 10 വരെ ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് നടന്നു ടു അഡ്രസ് ദി എൻവയോൺമെൻറ്റൽ ചാലഞ്ചസ് പോസ്ഡ് ബൈ water hyacinth menace in our water bodies. This conference adopted a set of recommendations to be given to the union and state governments, LSGs and other stakeholders. കേരളത്തിൽ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെയുണ്ട്. ആ റെക്കമെൻഡേഷൻസ് അദ്ദേഹത്തിന് ഔപചാരികമായി നമ്മളിവിടെ വെച്ച് കൈമാറുകയാണ്. UDFൻ്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഇത് ഉൾപ്പെടുത്തണമെന്നാണ് നമ്മുടെ വിനീതമായ അഭ്യർത്ഥന. This is a set of recommendations that came out of an international conference held on water hyacinth menace. This was called Hyacon 1.0. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനുള്ള നമ്മുടെ ഒരു സ്നേഹോപഹാരം സമർപ്പിക്കാനുള്ള സമയമാണ് ഇനി. ഫ്യൂച്ചർ കേരള മിഷൻ്റെ ചെയർമാനും ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ന്യൂ ഇനിഷ്യേറ്റീവ്സ് ഡയറക്ടറായ ഡോക്ടർ ടോം ജോസഫും ചേർന്ന് വികസനത്തിൻ്റെ ഏതൊക്കെ വഴികളിലൂടെ കേരളത്തിന് സഞ്ചരിക്കാനാവും എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകൾ നൽകിയ ആ സംവാദത്തിന് നന്ദി.